യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. എൻ്റെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും, ഫേസ്ബുക്കിലെ എൻ്റെ ഫാമിലി, എവ്രി വൺ, greetings in the name of Jesus. So Gayatri from Canada has come first this day. Gayatri wait ചെയ്യായിരുന്നു എന്ന് തോന്നുന്നു. Very good. Winston, God bless you. Hari, bless you. മാത്യു, റോയ്, നമ്മുടെ എവ്രി വൺ ഐ ബ്ലെസ് യു ഇൻ കാർത്തിക് എന്ന് തലയ്ക്കകത്ത് പെട്ടെന്ന് ഈ പ്രായം വരുന്നുണ്ടാന്ന് തോന്നുന്നു അല്ലേ. പ്രതീഷ്, അഭിലാഷ്, ജോർജ്, ഏബിൾ, റെജി ബ്രദർ, ബ്ലെസ് യു. റെജി ബ്രദർ ഇങ്ങനെ കാണുമ്പോൾ ഒരു മനസ്സിനൊരു കുളിർമയാണ്. പ്രാർത്ഥിക്കാനായിട്ട് സൈഡിൽ ഒരാളുണ്ടല്ലോ അവിടെ. പ്രതീഷ് ബ്രദർ, അവരൊക്കെ ഇങ്ങനെ വരുമ്പോഴേ അറിയാം. ഷീജ, ബ്ലെസ് യു. ജെബി ഫ്രം കാനഡ, ബ്ലെസ് യു. നവേ, അഭിലാഷ്, ബ്ലെസ് യു സോ മച്ച്. എവ്രി വൺ ഹു ഈസ് ജോയിനിങ് അസ്. ഈ ദിവസങ്ങളിൽ ഇറ്റ് ഈസ് സോ ഗുഡ് ടു നോ ദാറ്റ് വളരെ സന്തോഷമുണ്ട്. കാര്യം ഇപ്പം വന്ന് ഒരു മണിക്കൂർ ഇമെയിൽ നോക്കിയില്ലെങ്കിൽ ഇറ്റ് പൈൽസ് അപ്പ്. സോ അതുപോലെ ഇമെയിൽസ് ആർ കമ്മിങ് ആൻഡ് എൻ്റെ സന്തോഷം എവിടെയാണെന്ന് ചോദിച്ചാൽ അത്രയും പേർക്ക് പ്രത്യാശ, അത്രയും പേർക്ക് വിസ്ഡം, അതെല്ലാം നൽകുന്നു. ചിലർ സംശയം ചോദിക്കുന്നു, ഒത്തിരി പേരുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നു ദൈവവചനത്തിലെ. ഇതെല്ലാം ഓർത്ത് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. എവ്രി വൺ. അജു ബ്രദർ, ബ്ലെസ് യു. കെസിയനെ പറ്റി ലേറ്റായി പോയല്ലോ. ആദ്യം കെസിയ ആയിരുന്നു വരണ്ടേ. സോ let's pray for everyone who is all around. നമ്മൾ ഈ ദിവസങ്ങളിൽ നാളെ രാവിലത്തെ മെസ്സേജ് നിങ്ങൾ കാണണം. നമ്മൾ നാളെ ലോകം മുഴുവൻ പെസഹ ആചരിക്കുക. നാളെ ലോകം മുഴുവൻ പെസഹ ആചരിക്കുമ്പോൾ നമ്മൾ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഒരു വചനം ഞാൻ വായിക്കാം. നാളെ വൈകുന്നേരം എൻ്റെ മെസ്സേജിനകത്ത് കുറച്ചുകൂടെ സ്ലോ ആയിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യും. നാളെ രാവിലത്തെ മെസ്സേജ് മിസ് ചെയ്യരുത്. യു വിൽ എക്സ്പ്ലോർ, യു വിൽ ഗിവ് ഗ്ലോറി ടു ഗോഡ്. കർത്താവിനെ നിങ്ങൾ മഹത്വപ്പെടുത്തും. സീയിങ് ഹൗ ഗോഡ് പ്ലാൻസ് എവറിത്തിങ്, ഹൗ ഗോഡ്സ് പ്ലാൻ. ഈ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, മാനവരാശിയുടെ രണ്ട് വലിയ ശത്രുവായിരുന്നു. ഒന്ന് കുറ്റബോധം, 2 ഭയം. ഇന്ന് അങ്ങോട്ടാണല്ലോ നമ്മൾ വരാൻ പോകുന്നത്. പക്ഷേ അത് യേശു ക്രൂശിൽ ഒരിക്കലായി എന്നേക്കുമായി നീക്കി. എന്നിട്ട് അവിടെ പറയാണ്, അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ വായിച്ചേ, അതുകൊണ്ട് ഭക്ഷണപാനം സംബന്ധിച്ചോ പെരുന്നാള്, വാവ്, ശബത്ത് എന്നീ കാര്യങ്ങളിൽ ആരും ഇനി നിങ്ങളെ വിധിക്കരുത്. ഇത് വരുവാനിരുന്നതിന്റെ നിഴലായിരുന്നു. സബ്സ്റ്റൻസ്, ദേഹം, ഇതിന്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് ക്രിസ്തുവിലാണ്. സോ പെരുന്നാള്, ജേക്ക് ബ്രദറെ സർപ്രൈസ്, ഗോഡ് ബ്ലെസ് യു ജേക്ക് ബ്രദർ. സോ പെരുന്നാളുകളെല്ലാം, പഴയ നിയമത്തിലെ പെരുന്നാളുകൾ, വാവ്, ശബത്ത്, ഇതെല്ലാം അവർ ആചരിച്ചുകൊണ്ടിരുന്നത്, ഇതെല്ലാം വരുവാനിരുന്ന ക്രിസ്തുവിനെ കുറിച്ചായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രവചന പുസ്തകം മുഴുവൻ അവസാനിപ്പിക്കുമ്പോൾ, മാലാഖി പ്രവചനമാണല്ലോ അവസാനിപ്പിക്കുന്നത്, അവിടെ പറയുന്നുണ്ട്, ഈ വരുന്ന ദിവസത്തിന് മുമ്പേ, ഈ രക്ഷകൻ വരുന്നതിൻ്റെ ദിവസത്തിന് മുമ്പേ ഞാൻ ഏലിയ പ്രവാചകനെ അയക്കും. എന്നിട്ടാണ് മത്തായി സുവിശേഷം 11 യേശു എന്ന് പറയുകയാണ്, ഈ നിങ്ങൾ വിശ്വസിച്ച ഏലിയ പ്രവാചകൻ യോഹന്നാൻ സ്നാപകൻ തന്നെ. സോ ലുക്ക് അറ്റ് ദ കണ്ടിന്യൂറ്റി. അപ്പോൾ അവിടെ മുഴുവൻ നിഴലായിരുന്നു. അപ്പം നാളെ രാവിലത്തെ മെസ്സേജിൽ നിങ്ങൾ കാണാൻ പോകുന്നത്, ഇവർ യഹൂദന്മാർ ഏകദേശം 3000-4000 വർഷമായി ആചരിച്ച് ഇന്നും ആചരിച്ചുകൊണ്ടിരിക്കുന്ന പെരുന്നാൾ, പെസഹ പെരുന്നാൾ അവർ ആഘോഷിക്കുക. നമ്മൾ ആഘോഷിക്കുന്നില്ല. പക്ഷേ ആ നിഴൽ മനസ്സിലാകുമ്പോൾ, എങ്ങനെയാണ് ഈ ആഘോഷം വന്ന് നമ്മുടെ പെസഹ കുഞ്ഞാട് യേശുവാന്ന് മനസ്സിലാകുമ്പോൾ, യു വിൽ ഗ്ലോറിഫൈ ഗോഡ്. കാരണം ഇനിയും ഒരു ആചരണം നമുക്കില്ല, സബ്സ്റ്റൻസ് വന്നു കഴിഞ്ഞു.
മനസ്സിലായോ? സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇനിയും അതിൻ്റെ പൂർത്തീകരണം എന്ന് പറയുന്നത് ക്രിസ്തു വന്നു. യേശു നാളത്തെ മെസ്സേജിനകത്ത് ഞാൻ കുറച്ചുകൂടെ ഈവനിങ് മെസ്സേജ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. യേശു അപ്പം എടുത്ത് ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞ് ആ പെസഹ ഓരോ വാക്കുകൾ ഒരു വചനം ഞാൻ പറയാം. ഈ പാസ്ഓവറിനെ കുറിച്ച് പുറപ്പാട് പുസ്തകത്തിലാണ് 12-ാം അധ്യായത്തിലാണ് യേശു പാസ്ഓവറിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ദൈവം മോശയോട് കൽപ്പിക്കുകയാണ്, ഇതെല്ലാം വർഷവും നിങ്ങൾ ആചരിക്കണം എന്ന് യഹൂദനോട് പറഞ്ഞു. എന്നിട്ട് അതിനകത്ത് ഒരു ഭാഗം ഞാൻ കാണിക്കാം. അതിൻ്റെ 12-ന്റെ 13 മുതൽ 46-ാമത്തെ വാക്യം, നിങ്ങളുടെ വീട്ടിൽ ഇത് കഴിക്കണം. എന്നിട്ട് പറയാം, ഇതിൻ്റെ അസ്ഥി ഒടിയരുത്, കൂനമില്ലാത്തതായിരിക്കണം, പെർഫെക്റ്റ് ലാമ്പ് ആയിരിക്കണം. 3, ഇതിൻ്റെ അസ്ഥി ഒടിയാത്തതായിരിക്കണം. അവിടെ എഴുതുന്നുണ്ട്. 46 ഒന്ന് വായിക്കുവാനി. അതത് വീട്ടിൽ വെച്ച് കഴിക്കണം. വീട്ടിന്റെ പുറത്ത് കൊണ്ടുപോകരുത്. അതിലൊരു അസ്ഥി പോലും ഒടിക്കരുത്. അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം. ഇതിന്റെ അസ്ഥി ഒടിയാൻ പോലും പാടില്ല എന്ന് അവിടെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നതിൻ്റെ ക്രിസ്തു ആകുന്ന പെർഫെക്റ്റ് പാസ് ഓവർ ലാമ്പ് വന്നു. യാഗമായി കഴിഞ്ഞിട്ടുള്ള, ഇത് യാഗമാക്കി കഴിഞ്ഞിട്ടുള്ള സംഭവമാണ് പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. യാഗമായി കഴിഞ്ഞാൽ പോലും അതിൻ്റെ അസ്ഥി നിങ്ങൾ ഒടിക്കരുത്. നിങ്ങൾ ക്രൂശിൽ കണ്ടത് അതായിരുന്നു. അന്ന് ആ ഭടന്മാർ വന്നപ്പോൾ 2 കള്ളന്മാരുടെയും അസ്ഥി ഒടിച്ചു. പക്ഷേ യേശു മരിച്ചു കഴിഞ്ഞതുകൊണ്ട് അവൻ്റെ അസ്ഥി ഒടിച്ചില്ല. അങ്ങനെ ഈ പ്രവചനം കൂടെ നിവർത്തിച്ചു. എന്തിന്? ആ പെർഫെക്റ്റ് പാസ് ഓവർ ലാമ്പാകാൻ. മനസ്സിലായോ? അത്രയും പെർഫെക്ഷനില്ല. അപ്പം ഇതെല്ലാം നിഴലായിരുന്നു. പക്ഷേ ആ നിഴൽ മുഴുവൻ പൂർത്തീകരിച്ചത് ക്രിസ്തുവിലായിരുന്നു. അതപ്പോൾ അതൊന്ന് എഡ്യൂക്കേറ്റഡ് ആകാൻ, നമ്മളിന്ന് പെസഹ ആചരിക്കുന്നില്ല. പക്ഷേ എന്തായിരുന്നു പെസഹ, എങ്ങനെയാണ് ഇന്നും യഹൂദൻ ഇന്നത് മറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ 2 കൊരിന്ത്യർ ഈ എന്നാ പറയുന്നത് 3-ാം അധ്യായത്തിൽ ഇറ്റ് ഇസ്, ഐ ടെൽ യു, വെൻ യു അണ്ടർസ്റ്റാൻഡ് ദ വേർഡ് ഇൻ ഇറ്റ്സ് റൈറ്റ് സെൻസ്, റൈറ്റ്ലി ഡിവൈഡഡ് ആയിട്ട് വചനം കേട്ടാൽ യു വിൽ ജംപ് അപ്പ് ആൻഡ് ഡൗൺ. എല്ലാം ഭയവും മാറും. ഒരു കാര്യത്തിൽ ഉറപ്പ് വരും, ഐ ആം ഇൻ ദ പെർഫെക്റ്റ് പ്ലാൻ ഓഫ് ഗോഡ്. ഞാൻ ഇത് പറയുമ്പോൾ ടേക്ക് ഇറ്റ് ഇൻ ദാറ്റ് വെറി സെൻസ്. വി ഡു നോട്ട് സെലിബ്രേറ്റ് എനി. അതുകൊണ്ടാണ് ഇനിയും ആ നിഴൽ ഇനി നമ്മൾ ആഘോഷിക്കുന്നില്ല. പക്ഷേ ഇത് നമ്മളെ റിമൈൻഡ് ചെയ്യുന്നത് എന്താ റിമൈൻഡ് ചെയ്യുന്നത്? ഇത്രയും പെർഫെക്റ്റ് ദൈവത്തിൻ്റെ പ്ലാൻ. 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ അവിടെ എഴുതിയിരിക്കുകയാണ്. 12-ാമത്തെ വാക്യം മുതൽ വായിക്കാം. അതിൻ്റെ മുഴുവൻ വചനവും നമ്മൾ ഗ്ലോറിയിലോട്ട് വരുമ്പോൾ, ഇപ്പം നമ്മൾ പ്രസൻസിൽ നിൽക്കുകയാണ്. ഹൗ ടു ബി അവെയർ ഓഫ് ദ പ്രസൻസ് ഇൻ ദ ഇന്നർ ചേംബർ. അതാണല്ലോ ഈ മെസ്സേജ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഗ്ലോറിയെക്കുറിച്ച് ഞാൻ ഇവിടെ വരും. സോ അതിനെ ഐ വിൽ എക്സ്പ്ലെയിൻ ഇറ്റ് വേർഡ് ബൈ വേർഡ്. സോ 12-നകത്ത് വായിച്ചേ. ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. നീങ്ങി പോകുന്നതിന്റെ അന്തം ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശെ തന്റെ മുഖത്ത് മൂടുപട ഇട്ടതുപോലെ അല്ല. 14-ാമത്തെ വാക്യം. എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴൊക്കെ ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെയും ഇരിക്കുന്നുവല്ലോ. അത് ക്രിസ്തുവിലെ നീങ്ങത്തുള്ളൂ. അപ്പൊ യേശു വന്നപ്പം അവർ പ്രതീക്ഷിച്ച നിലയിലല്ലായിരുന്നു യേശു. അവർക്കൊന്ന് അസൂയ വന്നു. കാര്യം അവർക്കുടെ കയ്യാലെ ചെയ്യാൻ പറ്റാഞ്ഞ കാര്യം മുഴുവൻ യേശു ചെയ്യാം. 2, ദൈവം സ്നേഹമാണ്. ഈ കാണുന്ന അന്ന് വരെ ഉണ്ടായിരുന്ന ദേവാലയത്തിനകത്തെ സംഭവം മുഴുവൻ ഹി ടേൺഡ് ഇറ്റ് അറൗണ്ട്. സോ നമ്പർ 1, അവർ യേശുവിനെ അംഗീകരിക്കാൻ പറ്റാഞ്ഞതും അവരുടെ ഹൃദയം കഠിനപ്പെട്ടതും അസൂയ. കാര്യം എന്താ? അവർക്ക് ചെയ്യാൻ പറ്റാത്തത് ഇതേ യേശു ചെയ്യാം. 2, അവർക്ക് ഈ യേശുവിനെ അംഗീകരിക്കാൻ പറ്റാത്തത് എന്ന് പറയുന്നത് അവർ പ്രതീക്ഷിച്ച നിലയിൽ.
ഇപ്പോൾ ആ രക്തസ്രവക്കാരി വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടവൾ, അവളെ പിടിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളുടെ പ്രമാണം, മോശയുടെ ന്യായപ്രമാണം പറഞ്ഞത് ഇവരെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് പറഞ്ഞിട്ട് അവരുടെ കൂടെ യേശു കൂടുക. ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, കൊല്ലെന്ന് പറഞ്ഞാൽ യേശു അപ്പോഴേ അക്സെപ്റ്റഡ് ഹീറോ ആകും. പക്ഷേ യേശു ചെയ്തില്ല. സോ അവരുടെ ഭാഷ ഇവർ പറയാത്തത് കൊണ്ട്, അവർ പറയുന്നത് തന്നെ ഇവർ പറയാത്തത് കൊണ്ട് അവർക്ക് സഹിക്കാൻ പറ്റിയില്ല. പക്ഷേ തന്നിലുള്ള ദൈവത്തിൻ്റെ ബോൾഡ്നെസ്, ദ ട്രൂത്ത്, അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. നമ്പർ 1. 3, അവരോർത്തത് യേശു വരുന്നത് രാജാവായിട്ട് ഭയങ്കര എന്നാ പറയണ്ടേ, അവരുടെ എക്സ്പെക്റ്റേഷൻ്റെ വിപരീതം. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോയി. ഇന്നും പലരുടെയും ഹൃദയം കഠിനപ്പെട്ടു പോകുന്നത്, അത് കഠിനപ്പെടാതെ സൂക്ഷിക്കണം. കഠിനപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് പിന്നെ നമുക്ക് പോലും അറിയത്തില്ല. നമ്മളിങ്ങനെ ആൾക്കാരുടെ അപ്രിസിയേഷൻ, ഫിയർ ഓഫ് മാൻ ആൻഡ് ഫിയർ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് രണ്ടുമുണ്ട്. ദൈവഭയമുണ്ടെങ്കിൽ മനുഷ്യനെ ഭയപ്പെടുത്തില്ല. മനുഷ്യനെ ഭയപ്പെട്ടാൽ ഹൃദയം കഠിനപ്പെട്ടു പോകും. മറ്റേവരെന്താ പറയുന്നത്, അവരെന്താ പറയുന്നത്. പക്ഷേ ഇത് ക്രിസ്തുവിൽ മാത്രമേ നീങ്ങത്തുള്ളൂ. നാളത്തെ മെസ്സേജിൽ ഈ പാസ്വേഡിനകത്ത് അവർ ഇന്നും ഓർത്ത് നോക്കിക്കുക, ഇന്നും പെസഹ അവർ കൊണ്ടാടുമ്പോൾ, യഹൂദന്മാർ കൊണ്ടാടുമ്പോൾ അവരുടെ ഊണുമേശയിൽ ഒരു കസേര ശൂന്യമാണ്, ഒരു കപ്പും. അത് കാണിക്കുന്നത് ഏലിയ വന്നിരിക്കുമെന്ന് അവർ പറയുന്നു. അപ്പം കാര്യം എന്താ, മാലാഖി പ്രവചനം പറഞ്ഞു മശിഹ വരുന്നത് മുമ്പേ ഏലിയ വരും. അപ്പം ആ ഊണുമേശയിൽ നിന്ന് അത്താഴമെല്ലാം കഴിഞ്ഞ ശേഷം അവർ എല്ലാവരോടും എഴുന്നേറ്റ് ഒരു ഹിം പാടും, ഏലിയായെ നീ മസിഹ ആയിട്ട് വരണേ. അവരുടെ എബ്രായ ഭാഷയിൽ അപ്പോൾ അവിടുത്തെ ഇളയ മകൻ പോയി വാതിൽ തുറക്കും. വാതിൽ തുറന്നിട്ട് ഏലിയായെ വന്ന് ഞങ്ങളുടെ മസിഹായെ കൊണ്ടുവരണേ എന്ന് മാലാഖി പ്രവചനം, അതിൻ്റെ അവസാനത്തെ ഭാഗം, അവസാനത്തെ വാക്യം അതാ. സോ അത് പറഞ്ഞ ശേഷം അവർ കുറച്ചു നേരം പാടി, പിന്നെ ഈ കുഞ്ഞ് തല കുനിച്ച്, അതായത് നിരാശരായി, ഈ വർഷവും മെസ്സിഹ വന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും അവർ ആചരിക്കുക. പക്ഷെ നിങ്ങളെയും എന്നെയും ഓർത്ത് നോക്കിക്കേ, എത്ര സ്തുതിച്ചാലും കർത്താവിന് മതിയത്തില്ല. ആ ഹൃദയ കണ്ണിലെ കുരുട് മാറ്റി ഈ യേശു ആണ് ക്രിസ്തു എന്ന് വെളിപ്പെടുത്തിയ പിതാവാം ദൈവത്തിന് നന്ദി പറയണം. എത്ര നന്ദി പറഞ്ഞാലും, അല്ലെങ്കിൽ ഇന്നും നമ്മൾ ആചാരവും അനുഷ്ഠാനത്തിനകത്ത് കുടുങ്ങിപ്പോയാന്ന്, അന്ധവിശ്വാസങ്ങളിൽ കുടുങ്ങിപ്പോയാന്ന്. എന്നാൽ ക്രിസ്തു, യേശു പറഞ്ഞത്, പുത്രൻ നിങ്ങളെ സാക്ഷാൽ സ്വതന്ത്രരാക്കും, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സോ ടുമോറോസ് മെസ്സേജ് ഈസ് നോട്ട് എൻലൈറ്റിംഗ്. അവരുടെ പാസ് ഓവർ എങ്ങനെ വന്നു, സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇനി ഉള്ളതുപോലെ പറയാൻ പറ്റത്തുള്ളൂ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം ഒന്നുകൂടെ ഒന്ന് വായിക്കാം. പെരുന്നാൾ, വാവ്, ശബ്ബത്ത് എന്നിവ നിങ്ങൾ ആരും വിധിക്കരുത് എന്ന് പറഞ്ഞാൽ എന്നാ, നിങ്ങൾ ഇത് ചെയ്തില്ലാത്തത് എന്താണ്, ഇനി കോപം നിങ്ങളുടെ മേൽ വരും. ഇല്ലില്ല, വി ഹാവ് ഓൾറെഡി ബീൻ ഡെലിവേർഡ് ഫ്രം ഓൾ ദിസ്. കർത്താവ് അതിനെ പൂർത്തീകരിച്ചു. കർത്താവ് അത് മാറ്റുമല്ല, പൂർത്തീകരിച്ചു. നാളെ വൈകുന്നേരത്തെ എൻ്റെ മെസ്സേജ് നിങ്ങൾ മിസ് ചെയ്യരുത്. നിങ്ങളുടെ ഒത്തിരി ഡൗട്ട്സ് ഒന്നിച്ചു മാറും. ഹൗ ഗോഡ് ത്രൂ ഹിസ് സൺ ജീസസ് became the perfect lamb and how he conquered death. ഈ 2-3 ദിവസം the message is going to be enlightening more. ഓരോ ദിവസം you are opening up. So ഒന്നുകൂടെ വായിച്ചേ. അതുകൊണ്ട് ഭക്ഷണപാനീയം സംബന്ധിച്ച് ഇത് കഴിക്കരുത്, അത് കൂട്ടരുത്, അതെല്ലാം ആരും നിങ്ങളെ ഇനി വിധിക്കരുത്. ഇത് വരാനിരുന്നതിന്റെ നിഴലായിരുന്നു. നിഴൽ, സബ്സ്റ്റൻസ് എന്ന ഇംഗ്ലീഷിൽ വാക്ക്. ദേഹം എന്ന് പറഞ്ഞാൽ സബ്സ്റ്റൻസ്, ആള് വന്നു കഴിഞ്ഞു. അത് പഴയ നിയമത്തിൽ മുഴുവൻ നിഴലാണ്. ആ നിഴലിന്റെ പൂർത്തീകരണമാണ് ക്രിസ്തു. ചിലർ ഇങ്ങനെ പറയാറുണ്ട്, നിഴലില്ലാതെ പൊരുളില്ല. എൻ്റെ ചോദ്യം, പൊരുൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നിഴൽ തപ്പേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷേ കാണാം ഹൗ തിങ്സ് വർക്ക് ഔട്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും അത് ചെയ്ത് ഡിലൈറ്റഡ് ആകരുത്.
ഡിലൈറ്റഡ് ആകരുത്. ഇപ്പം നാളത്തെ മെസ്സേജിനകത്ത് നിങ്ങൾ ഒരു പാസ് ഓവർ മീൽ എങ്ങനെയാണ് ഇന്നും യഹൂദനായ അതിൻ്റെ ഒരു ഷാഡോ ഞാൻ കാണിക്കും, ഹൗ ദേ ഡു ഇറ്റ്, അത് എന്തിൻ്റെ ഓർമ്മയിലൊക്കെയാണ്. പക്ഷേ അവിടെ നിന്നൊക്കെ നമ്മളെ കർത്താവ് വിടുവിച്ചതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതാണ് അതിൻ്റെ 13-ാമത്തെ വാക്യം. 12-13 കൊലോസ്യർ 1:12 13 വായിച്ചാൽ ഭംഗിയായിരിക്കും. ആൻഡ് ഗിവിങ് താങ്ക്സ് 12 ഗിവിങ് താങ്ക്സ് ടു ദ ഫാദർ ആൻഡ് ബീയിങ് വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മളെ പ്രാപ്തരാക്കുകയും ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് ഇരുട്ടിന്റെ അധികാരം എന്ന് പറഞ്ഞാൽ ഇഗ്നോറൻസ്, ദുഷ്ടൻ പിശാച് ചെയ്തുകൊണ്ടിരുന്നത് ഇഗ്നോറൻസ് ഉണ്ട്. ഇംഗ്ലീഷ് മെസ്സേജിന്റെ അതാ, ഇഗ്നോറൻസ് ഓഫ് ദ ഡെവിൾ. പിശാച് തന്ത്രം നമ്മളെ അറിവില്ലായ്മ മുതലെടുക്കുക. അറിവില്ലായ്മ. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്ത് തീർത്ത കാര്യം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്ക് ഭയം പിന്നെ കാണത്തില്ല. എനിക്ക് ഒരു കാര്യം അറിയാം, ഭയം എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും പറയാം, ദോഷങ്ങളുടെ ഭയം മാറും, ദൈവഭയം മാറത്തില്ല. ദൈവഭയം കൂടും. ദൈവഭയം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം സ്നേഹത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന സ്നേഹം. ദൈവത്തെ ഭയപ്പെടണം. ദൈവഭയം മാറരുത്. ദൈവഭയം മാറിക്കഴിഞ്ഞാൽ അവിടെ അത് ജഡത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് ഉണ്ടാകുന്നത് ദൈവഭയം പോലും മാറിപ്പോകും. പിന്നെ എന്തു പറയാം, എന്ത് ചെയ്യാം, സഭ്യമായ ഭാഷകൾ പോകും. എന്ന് വെച്ചാൽ സാധാരണ പ്രാകൃത മനുഷ്യനെ പോലെ നമ്മൾ സംസാരിക്കും. നോ, നമ്മൾ വീണ്ടും ജനിച്ചവരാ, ദൈവമക്കളാ. നമ്മുടെ വാക്കുകൾ, പ്രവൃത്തികൾ എല്ലാം റിഫ്ലക്റ്റിംഗ് ദ ഫാദർ. അതിൻ്റെ ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ദൈവമക്കളായിരിക്കുക. ഇന്നലെ ചിലർക്കൊരു സംശയം, ജനിപ്പിച്ചു വീണ്ടും ജനിപ്പിച്ചില്ലേ, പിന്നെ അഡോപ്ഷനും നോക്ക്. നമ്മൾ ദൈവത്തിൻ്റെ വി വർ അഡോപ്റ്റഡ് ഇൻ ടു ഹിസ് ഫാമിലി, ഇൻ ടു ദ ഫാമിലി ഓഫ് ഗോഡ്, അല്ലേ? അപ്പം പിന്നെ എൻ്റെ അഡോപ്റ്റഡ് സൺ ആണെന്നല്ല പറയുന്നത്, സൺ തന്നെയാണ് പറയുന്നത്. അപ്പം ഉയരത്തിൽ നിന്നും ജനിപ്പിക്കുക എന്ന് പറയുമ്പോൾ സ്പിരിച്വലി നമ്മളിൽ അവർ ഒന്നാകേണ്ടതിന് എന്ന് യേശു പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഗ്ലോറി മെസ്സേജിലോട്ട് വരുമ്പം അതിന് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം ഈ എന്നാ പറയേണ്ടത്, ദൈവത്തിൻ്റെ ആ ട്രൂത്ത് മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ ദ ലെവൽ വെച്ച് ഗോഡ് ഹാസ് കെപ്റ്റ് യു മനസ്സിലാക്കി കഴിഞ്ഞാൽ യു വിൽ നോട്ട് ഗോ ടു ഡീഗ്രേഡഡ് ലെവൽസ് അറ്റ് ഓൾ. കാര്യം നമ്മുടെ ഓരോ വാക്കും അക്കൗണ്ടബിളാണ്. ഫിയർ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ബിക്കോസ് വി ഹാവ് കം ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. പണ്ട് ഒരു അനുഭവം ഉണ്ടായിരുന്നു. നമ്മുടെ ഈ പ്രതീഷ് ബ്രദറിൻ്റെ ഒരു റിലേറ്റീവാണ്, വൈഫിൻ്റെ അമ്മാച്ചനാണ്. അപ്പം ഞാൻ ഈ ഒരു സ്ഥലത്ത് പോയ സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രതീഷ് ബ്രദറിൻ്റെ ഫാദർ ഇൻ ലോയുടെ കടയുടെ ഉദ്ഘാടനമായിരുന്നു. അപ്പം കടയുടെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് ഞാൻ അവിടെ കയറി ചെന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അമ്മാച്ചനെ കണ്ടു. ആ അമ്മാച്ചൻ എന്ന് പറയുന്നത് എൻ്റെ കോളേജ് മേറ്റാണ്. കോട്ടയത്ത് CMS കോളേജിൽ പഠിക്കുമ്പോൾ അദ്ദേഹം ഞാനുമായി കോളേജ് മേറ്റ്സാണ്. ഒരേ സമയത്ത് കോളേജിൽ പഠിച്ചവരാണ്. ആ കോളേജിൽ പഠിച്ച ഞങ്ങൾ രണ്ടുപേരും, അത് കഴിഞ്ഞ വർഷങ്ങളായി, ഞങ്ങൾ ഒരു പച്ചക്കറി കടയിൽ പച്ചക്കറി വാങ്ങിക്കാനായിട്ട് നിൽക്കുക. ഞാനും നിൽപ്പുണ്ട്, അദ്ദേഹവും നിൽപ്പുണ്ട്. അപ്പോൾ അന്ന് നമ്മളുടെ കൂട്ടായ്മ നടക്കുന്നത് കോട്ടയത്ത് KPS മേനോൻ ഓഡിറ്റോറിയത്തിലാണ്. അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞങ്ങൾ അവിടെ വെച്ച് കൂടി. ഞാനും പച്ചക്കറി വാങ്ങിക്കുന്നു, ഇദ്ദേഹം ഇങ്ങനെ സിഗരറ്റ് വലിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അബു എന്ന് അദ്ദേഹത്തിൻ്റെ പേര്. സോ അബു വലിച്ചുകൊണ്ടിരിക്കുമ്പം അദ്ദേഹം തിരിഞ്ഞെന്നെ നോക്കിയിട്ട്, മാത്യു എന്നാ ഉണ്ട് വിശേഷടാ? ഞാൻ പറഞ്ഞു, വിശേഷമൊന്നുമില്ല, എന്നാ ഉണ്ട് വിശേഷം എന്ന് പറഞ്ഞു. ഞാൻ ബാറ്റാലാണ് ജോലി ചെയ്യുന്നത്, ഭയങ്കര അധ്വാനമാണ്, ഈ ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്യണം, അങ്ങനെ ഒത്തിരി വിഷയങ്ങളിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ എന്നോട് ചോദിച്ചു, അപ്പോൾ മാത്യു എന്നെ എടുക്കുക? അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ സുവിശേഷ വേലയാണ്, ബിസിനസ് നടക്കുന്നുണ്ട്, കൂടെ ഞാൻ സുവിശേഷ വേലയും കൂടി ചെയ്യുന്നു. സോ അദ്ദേഹം എന്നോട് പറഞ്ഞു, സുവിശേഷ വേലയല്ലേ, അതുകൊണ്ട് മനസ്സിന് നല്ല സമാധാനമായിരിക്കും അല്ലേ?
എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ശരിയാ, ഭയങ്കര സമാധാനം, സ്വസ്ഥതയാണ്. ഞാൻ പറഞ്ഞു അതിനേക്കാളും അധികം സ്വസ്ഥതയാണ്, ഡിസ്റ്റർബ്ഡ് അല്ല. അതിൻ്റെ കാരണം യേശു തരുന്ന സമാധാനം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. ലോകം തരുന്ന ജോയ് പോലെ, പീസ് പോലെ അല്ല ദൈവത്തിൻ്റെ സമാധാനം. അത് ഈ ദിവസങ്ങളിൽ ഇന്നർ ചേംബറിൻ്റെ ഓരോ മെസ്സേജ്, എൻ്റെ ആഗ്രഹം നിങ്ങൾ കേട്ട് അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ സമാധാനവും ആ സന്തോഷത്തിൽ നിങ്ങൾ പ്രവേശിക്കണമെന്ന്, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കണമെന്ന്. അപ്പം അദ്ദേഹം ഇത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അപ്പം പെട്ടെന്ന് എന്നോട് ചോദിച്ചു, അപ്പം എവിടെയാണ് സുവിശേഷം അറിയിക്കുന്നത്? ഞാൻ പറഞ്ഞു ഇവിടെ KPS മേനോൻ ഓഡിറ്റോറിയത്തിൽ ആണ് ഞങ്ങളുടെ മീറ്റിംഗ് നടക്കുന്നത്. ഉടനെ എന്നോട് നോക്കിക്കൊണ്ട് അദ്ദേഹം വളരെ കൺസേൺഡായിട്ട്, വളരെ എന്നാ പറയട്ടെ, കൺസേൺഡായിട്ട് എന്നോട് ചോദിച്ചു, നീയും അവരുടെ കൂട്ടത്തിൽ കൂടിയോ? ഞാൻ ചോദിച്ചു, ആരുടെ കൂട്ടത്തിൽ? ഉടനെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ആ തങ്കു അല്ലേ അത് അവിടെ നടത്തുന്നേ, നിനക്ക് തങ്കുവിനെ അറിയാമോ? ഞാൻ പറഞ്ഞു, തങ്കുവിനെ അറിയാം. നിനക്കറിയത്തില്ല, നിനക്ക് എന്നാ പറ്റി? കോളേജിലായിരുന്നപ്പോൾ നീ ഭയങ്കര സ്മാർട്ടായിരുന്നല്ലോ, കോളേജിൽ നീ എന്തൊരു ഉത്സാഹിയും ഭയങ്കര സ്മാർട്ടായിരുന്നു, നീ ഈ മണ്ടത്തരത്തിനൊക്കെ പോയി ചാടുവോ? ഈ തങ്കു എന്ന് പറഞ്ഞവനല്ലേ നടക്കുന്നേ, തങ്കുവിനെ നിനക്കറിയാവോ? ഞാൻ പറഞ്ഞു, എനിക്ക് കുറച്ചൊക്കെ അറിയാം. നിനക്കറിയത്തില്ല, എടാ മഹാകളന, ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുക ഒരു ദിവസം അവിടുന്ന് സ്തോത്ര കാഴ്ച എല്ലാം കൂടെ ചാക്കിനകത്ത് കെട്ടി ഓടിക്കൊണ്ടിരിക്കുമ്പം അപ്പുറത്ത് ആൾക്കാർ പിടിക്കാൻ നോക്കി, അദ്ദേഹം എല്ലാത്തിനെയും ഇടിച്ച് വണ്ടിക്കകത്ത് കയറ്റി ഓടിപ്പോ. ഞാൻ കണ്ടതാണ്, നിനക്കെന്നെ പറ്റി ഈ തങ്കുവിൻ്റെ കൂടെ കൂടാൻ എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു, അബു ഒരു മിനിറ്റ്, ഇനി കൂടുതൽ പറയുന്ന മുമ്പേ ഞാൻ തന്നെയാണ് തങ്കു. അദ്ദേഹം എന്നാ പറയണ്ടേ, ഒരു പക്ഷെങ്കിൽ അപ്പോൾ ഇത് കാണുന്നുണ്ടായിരിക്കാം. സിഗരറ്റ് താഴെയിട്ട്, എടാ മാത്യു അല്ല തങ്കു അല്ല ബ്രദറെ എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വെപ്രാളപ്പെടാൻ തുടങ്ങിയിട്ട് എന്നോട് പറഞ്ഞു, ഉള്ള കാര്യം പറയാം, പലരും പ്രാർത്ഥനയ്ക്ക് വരാൻ വിളിക്കുമ്പോൾ എനിക്ക് എന്തെങ്കിലും എക്സ്ക്യൂസ് പറയണ്ടേ, അപ്പം ഞാൻ ഈ നോളെ അങ്ങ് അടിച്ച് പൊട്ടിച്ചേക്കാമെങ്കിൽ ആരും പിന്നെ പ്രാർത്ഥനയ്ക്ക് എന്നെ വിളിക്കത്തില്ല. പക്ഷെ നിൻ്റെ പേര് എങ്ങനെയാണ് തങ്കു? ഞാൻ വീട്ടിൽ വിളിക്കുന്ന പേര്, ഞാൻ മാത്യു കുരുളെന്നല്ലേ. പിന്നെ ഞാൻ പറഞ്ഞു ഓക്കെ. അന്ന് എനിക്കൊരു സമാധാനമായെന്ന് പറഞ്ഞാൽ, എന്നെ നേരിട്ട് അറിയാത്തതും എന്നെ നേരിട്ട് കണ്ടിട്ടില്ലാത്തവരായി ഒത്തിരി സംസാരിക്കുന്നത്. Now what am I trying to say? എന്നെ അറിയുന്ന, എന്നെ നേർക്ക് നേർ കണ്ടുന്നവരെ അബുവിന് എന്തും എന്നെക്കുറിച്ച് പറയാം. എന്നാൽ നേർക്ക് നേർ എന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇനിയൊന്നും പറയാനില്ല. ഹി നോസ് മീ എന്ന് പറഞ്ഞതുപോലെ പഴയ നിയമം മുഴുവൻ നിഴലിനകത്ത് നമുക്ക് എന്തും പറഞ്ഞു കളയാം. പക്ഷേ പൊരുൾ ക്രിസ്തുവാണ്, കംപ്ലീഷൻ, the substance, the author and the finisher of our faith. യേശുവിനെ കുറിച്ച് നമുക്ക് അത് യഥാർത്ഥമായി ക്രിസ്തു നമ്മളിൽ ഉരുവായി, നമ്മളിൽ ക്രിസ്തു വളരെ, ഇൻ ക്രൈസ്റ്റ് എന്ന് പറയുന്ന മെസ്സേജ് ഇതിനകത്തുണ്ട്, യു ഷുഡ് വാച്ച് ഇറ്റ്. ക്രൈസ്റ്റിനകത്ത് നമ്മൾ ആകും തോറും യു വിൽ ബിക്കം ബോൾഡ് ആസ് എ ലയൺ. യു വോണ്ട് ബി കൺസേൺഡ് അറ്റ് ഓൾ അബൌട്ട് എനിത്തിങ്. കാര്യം എന്താ? ഇഗ്നറൻസിൽ നിന്നും. അതാ ഹി ഹസ് ഡെലിവേർഡ് അസ്. അവൻ നമ്മെ വിടുവിച്ചിരിക്കുക out of darkness, that is ignorance, and conveyed us to the kingdom of his son of love. അല്ലേ, അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. അവൻ നമ്മെ വിടുവിച്ച്, വായിച്ചേ 13, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് നമ്മുടെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ, സ്നേഹസ്വരൂപനായ പുത്രന്റെ കിങ്ഡം ഓഫ് ലവിനകത്ത് നമ്മളെ കയറ്റി. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെ ആയിരിക്കുന്നത്? ദൈവരാജ്യത്തിലായിരിക്കുന്നു. ദൈവരാജ്യത്തിൽ. ഐ എം സോ ടെംപ്റ്റഡ്. നാളെ പറയാം. വെൻ ജീസസ് ബ്രോക്ക് ദ ബ്രെഡ് ഹി സ്പോക്ക്. അത് ഞാനിത് ഇപ്പം പറഞ്ഞ് ഞാൻ എൻ്റെ സസ്പെൻസ്. സോ വെൻ ഹി ബ്രോക്ക് ബ്രെഡ് ഹി സെഡ് സംതിങ് വിച്ച് ഇസ് വാട്ട് ഐ സെഡ് റൈറ്റ് നൗ. നൗ ആ ഇളകാത്ത രാജ്യത്തിലാണ് നമ്മൾ വന്നിന്ന് ആയിരിക്കുന്നത്. അതുകൊണ്ടാണ് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ അതിൻ്റെ 12-ാം അധ്യായം 28-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും. വായിച്ചേ. നാം ഇളകാത്ത രാജ്യം പ്രാപിച്ചിരിക്കുകയാൽ
ഒന്ന് നമ്മൾ നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ദൈവത്തിന് പ്രസാദം വരുമാൻ ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നോക്ക, ഞാൻ ഇംഗ്ലീഷ് അതിനെ വായിക്കാം. Therefore, since we are receiving a kingdom, നമ്മൾ ദൈവരാജ്യത്തിലായിരിക്കുക, പുത്രന്റെ രാജ്യത്തിൽ. സ്നേഹം അവിടുത്തെ നിയമം, സ്നേഹം. എന്നിട്ട് ആ പുത്രന്റെ രാജ്യത്തിൽ വിച്ച് കനോട്ട് ബി ഷേക്കൺ, ഇനി അത് ഇളകത്തില്ല, എന്നേക്കും നിലനിൽക്കുന്ന രാജ്യമാണ്. ലെറ്റ് us have grace. ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ് മുഴുവൻ ഈ സൃഷ്ടിയിൽ പോലുമില്ലേ. ഞാൻ ഇന്ന് സൃഷ്ടിക്കകത്ത് കാലങ്ങൾ വെച്ചിട്ടില്ലേ. സമ്മർ, വിൻ്റർ, ഓട്ടം, സ്പ്രിങ്, 4 സീസൺ വെച്ചിട്ടുണ്ട് അല്ലേ. വിൻ്റർ എന്ന് പറഞ്ഞാൽ എല്ലാം മുഴുവൻ പൊഴിഞ്ഞ് ഉണങ്ങി നമ്മൾ ഓർത്തു എല്ലാം തീർന്നെന്ന്. പക്ഷെ സ്പ്രിങ് വരിക, അടുത്തത്. എന്തിനാ ഈ കാലങ്ങൾ ദൈവം വെച്ചത്? നമുക്കെന്നെ കാലങ്ങൾ കാണാനോ അല്ല, നമ്മളെ മനസ്സിലാക്കി തരാനാണ്. ഒരു കാര്യവും എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഇല പൊഴിഞ്ഞത് സ്ഥിരമല്ല, സൂര്യൻ വീണ്ടും ഉദിക്കും, വീണ്ടും പൂക്കളും ഇലകളും വരും എന്ന് കാണിക്കാനാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും കടബാധ്യതയിലോ ഭാരത്തിലോ, ഇറ്റ് ഹാസ് ടു ബി ഓവർ. ദ ന്യൂ സീസൺ ഈസ് കമ്മിങ്. ഇന്ന് ഈ കൊറോണ കാരണം എന്തൊക്കെയാ ഭയം, ഇനി എന്തായി തീരും, ഈ ഇരുട്ടിൻ്റെ പോലെയല്ല എല്ലാവരും ഭയപ്പെട്ടിരിക്കുക, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ മേല. വെയിറ്റ്, വിൻ്റർ തീരുക. സ്പ്രിങ് ഈസ് കമ്മിങ് ഫോർത്ത്. ദ സൺ, നീതി സൂര്യൻ ഉദിച്ചവർ, അവരുടെ ഹൃദയത്തിൽ വെളിച്ചം പ്രകാശിച്ചിരിക്കുക. ദേ ആർ നോട്ട് ഗോയിങ് ടു ബി ഷേക്കൺ. ലെറ്റ് മീ ടെൽ യു, ഇത് എന്നേക്കുള്ളതല്ല. ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് വെളിച്ചം നിറഞ്ഞവരായി, ഇഗ്നറൻസ് എല്ലാം നിറഞ്ഞവരായി, utter boldness-ഓടെയാ വരാൻ പോകുന്നത്. utter boldness. Hallelujah. Oh, crusade മോഡിലോട്ട് കയറാം. I am controlling myself. The power of God is so thick over here. Okay, വായിച്ചേ. Let us have grace that we may serve God acceptably with reverence and godly fear. നമ്മൾ റോമർക്കെഴുതിയ ലേഖനം ഇന്നലെ വായിച്ച് വേദഭാഗത്തോട്ടാണ് വരാൻ പോകുന്നത്. അവിടെ വീണ്ടും നാം ഭയപ്പെടേണ്ടതിന് അവിടെ ആ ഭയം എന്ന് പറയുന്നത് ബോണ്ടേജ് ഉണ്ടാക്കുന്ന ഭയം, അറിവില്ലായ്മ ഉണ്ടാക്കുന്ന ഭയം. ആ ഭയം നമ്മളിൽ കാണാൻ പാടില്ല. പക്ഷേ ദൈവഭയം നമ്മളിൽ കാണണം. ദൈവഭയം നഷ്ടപ്പെടരുത്. ദൈവഭയം എവിടെയാണ് നഷ്ടപ്പെടുന്നത്? ദൈവഭയം നഷ്ടപ്പെടുന്നത് വചനത്തിൽ എഴുതിയിരിക്കുന്ന വാക്കിന് പ്രസക്തി ഇല്ലാതെയായി തീരുമ്പം ദൈവഭയം മാറും. ദൈവത്തെ ഭയപ്പെടാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അവൻ വെളിച്ചത്തിൽ വസിക്കുന്നത് പോലെ നാമും വെളിച്ചത്തിൽ വസിക്കേണ്ടതിന് അവനുമായിട്ടുള്ള കൂട്ടായ്മ, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ, എല്ലാവരുമായിട്ടുള്ള കൂട്ടായ്മയിൽ തന്നെ ഞാൻ നിൽക്കും. It is when I am to dwell in the light, abide in me, എന്നിൽ വസിപ്പീൻ. അതിൻ്റെ ജോലി എൻ്റേതാ, ആ റെസ്പോൺസിബിലിറ്റി എൻ്റേതാ. ദൈവം സ്നേഹമാണ്, ദൈവം ദീർഘക്ഷമയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ഡോണ്ട് മെസ് വിത്ത് ഹിം. ഹി ഈസ് ദ ഐ ആം, ഹി ഈസ് ദ ഗ്രേറ്റ് ഐ ആം. അതാണ് അവിടെ അടുത്ത വാക്യം പറയാണ്. അടുത്ത വാക്യത്തിൽ അതിൻ്റെ എബ്രായർക്കെഴുതിയ ലേഖനം അടുത്ത പദം ഇങ്ങനെയാണ് പറയുന്നത്, ഹി ബി ഫിയർഫുൾ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഗോഡ് ഈസ് 13 അതിൻ്റെ 29 വായിച്ചേനി. ദഹിപ്പിക്കുന്ന അഗ്നിയും കൂടെ ഒരു ഭാഗം അതുമുണ്ട്. ഹീസ് എ മാൻ ഓഫ് വെഞ്ചൻസ്. നൗ ഞാൻ ഈ കേഴ്സ് ബ്രേക്കിങ്ങിനകത്ത് കേഴ്സ് ബ്രേക്കിംഗ് സെഷൻസ്, കേഴ്സ് ബ്രേക്കിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ കേഴ്സ് ബ്രേക്ക് ചെയ്യുന്നതല്ല, യേശു ക്രൂശിൽ ശാപം ഏറ്റെടുത്തത് കൊണ്ടാണ്. ആ ശാപം ശപിക്കപ്പെട്ടവൻ എന്ന് വിളിക്കുമാർ. പക്ഷേ ചിലർ ചോദിക്കും, എന്നാ ഇങ്ങനെ പിന്നെയും വിശ്വാസിക്ക് ശാപം വരുമോ എന്ന് ഒരു ചോദ്യമുണ്ട്. ശാപം എന്ന് പറയുന്നത് എന്താ? അനുഗ്രഹമില്ലായ്മ, മുരടിച്ചിരിക്കുന്ന അനുഭവം. വാസ്തവം ദൈവം എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ലെവലിൽ ഉയരാൻ ഫലം കായ്ക്കുന്നവർ എന്ന് പറയുന്നത് അങ്ങനെ സംഭവിക്കുമോ? സംഭവിക്കും. കാര്യം എന്ന് ചോദിച്ചാൽ ദൈവം തന്നിരിക്കുന്ന വചനം നമ്മൾ ദൈവവചനത്തിൽ എഴുതിയിരിക്കുക, ഗോഡ് റെസിസ്റ്റ്സ് ദ പ്രൗഡ്
ദൈവം നെഗളികളെ എതിർക്കുന്നു. നമ്മളെപ്പോഴാണ് വലിയ കാര്യങ്ങൾ ആരെയും കുറ്റം പറയും, എന്ത് അസഭ്യവും വേണമെങ്കിൽ പറയാം എന്നൊക്കെ നമ്മൾ ഒന്നും വേണ്ട. മറ്റൊരാളുടെ കുറ്റം എപ്പോഴാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഞാൻ പെർഫെക്റ്റ് ആയിരിക്കുമ്പോഴാണ്. ഒരാളെ പെർഫെക്റ്റ് ഉള്ളൂ, സർവശക്തനായ ദൈവം. അപ്പം ഞാൻ നിൽക്കുന്നത് കൃപയല്ല, ഞാൻ നിൽക്കുന്നത് കർത്താവിൻ്റെ കരുണയല്ല എന്ന ബോധ്യം ആകുന്നതാണ് സൗമ്യത. സൗമ്യരായിരിക്കുന്ന ഒരാൾ ഹി വിൽ ഓൾവേസ്, അപ്പം കർത്താവ് അനുവദിച്ചാൽ ഈ 40 ഡേയ്സിൻ്റെ ഇടയിൽ ഐ വിൽ ടേക്ക് ദറ്റ് സെഷൻ. എന്തിനാണ് ചോദിച്ചാൽ മാനസാന്തരപ്പെടുന്ന മാത്രയിൽ കർത്താവ് തൻ്റെ രക്തത്താൽ നമ്മളെ കഴുകി പരിപൂർണമായി വെടിപ്പാക്കും. ഞാൻ എല്ലാവരോടും പറയാം, ദൈവഭയം മാറില്ല. ദൈവഭയം എന്ന് പറയുന്നത്, ദ ഫിയർ ഓഫ് ഗോഡ് എന്ന് പറയുന്നത് അഫ്രൈഡ് അല്ല. പഴയ നിയമത്തിലെല്ലാം അവർക്ക് ദൈവത്തെ പേടിയായിരുന്നു. പക്ഷെ പുതിയ നിയമത്തിൽ വരുമ്പോൾ ദൈവത്തെ ഭയപ്പെടുന്നവരാണ്. ദൈവത്തെ സ്നേഹം കാരണം നമ്മൾ എന്നാ പറയേണ്ടത്, ഭയപ്പെടുന്ന റെവറൻസോടെ, സ്നേഹത്തിൻ്റെ റെവറൻസാണ് അല്ലേ. നമ്മുടെ മക്കൾ നമ്മളെ എടാന്ന് വിളിക്കാറില്ലല്ലോ, അവർ സ്നേഹത്തോടെയാണ് നമ്മുടെ ഇരിക്കുന്നത്. സോ വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ഫിയർ, ഗോഡ്ലി ഫിയർ എന്ന് പറയുന്നത്, ആൻഡ് ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ എടുക്കുന്ന സെഷൻ, റിപ്പൻറ്റൻസിൻ്റെ സെഷൻ അല്ലെങ്കിൽ കേഴ്സ് ബ്രേക്കിംഗ് സെഷൻ്റെ ഒരു ഭാഗം ഐ വിൽ ടേക്ക്. നൗ ബാക്ക് ടു റോമർക്ക് എഴുതിയ ലേഖനം, അതിൻ്റെ 8-ാം അധ്യായം. ബ്ലെസ്സഡ് ബി ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആർ യു ഹാപ്പി? ഐ എം സോ ഹാപ്പി. ഐ എം സോ ജോയ്ഫുൾ ഇൻ ദ ലോർഡ്. കാര്യം കർത്താവായ യേശു മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിരിക്കുന്ന ആ വലിയ പ്രവൃത്തി, രക്ഷ എന്ന് പറയുന്ന ആ കാര്യം മാത്രം ഓർത്താൽ മതി, ആയുസ്സിൽ പരാതികളെല്ലാം പോകും. നമ്മളെ ദൈവം രക്ഷിച്ച രക്ഷ, അതിൻ്റെ രക്ഷയുടെ പദ്ധതി, ഇറ്റ് ഈസ് സോ ഗ്രേറ്റ്, ഇറ്റ് ഈസ് സോ ഗ്ലോറിയസ്. അത് ഒരു കാര്യം മാത്രം മതി, നിത്യജീവൻ നമ്മളിൽ തന്നതോടെ വി ആർ റിജോയ്സിങ്, വി ആർ ടു റിജോയ്സ് ഇൻ ദ ലോർഡ്. നോക്കാം, ഇവിടെ എഴുതിയിരിക്കുകയാണ് റോമർക്ക് എഴുതിയ ലേഖനം, നമ്മൾ വീണ്ടും വായിക്കാൻ പോവാണ്. 15-ാമത്തെ അധ്യായം വായിച്ചു, 8:15. For you did not receive the spirit of bondage again to fear. നിങ്ങൾ വീണ്ടും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ നിങ്ങൾ പ്രാപിച്ചത്. അപ്പം ദൈവത്തിന്റെ ഭവനത്തിന്റെ അംഗങ്ങളായി മാറി. ഞാൻ നേരത്തെ പറഞ്ഞാലും മുഴുവൻ സുവിശേഷം എന്ന് പറയുന്നത് എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 20 വരെയാണ് ആ മുഴുവൻ സുവിശേഷം. അപ്പോൾ ഈ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഇനിയും ഒരു യാഗവും ശേഷിക്കുന്നില്ല. ദ പെർഫെക്റ്റ് സാക്രിഫൈസ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം വളരെ പിവറ്റലാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ എനിക്ക് പ്രശംസിക്കാനൊന്നും ഇല്ല എന്ന് പറയുന്നത്. ബിക്കോസ് ഓഫ് ദ ക്രോസ് വി ആർ നോട്ട് സിന്നേഴ്സ്. ഫ്രൈഡേയുടെ മെസ്സേജ് ഡോണ്ട് മിസ് ഇറ്റ്, ഡോണ്ട് മിസ് ടുമോറോ ഫ്രൈഡേ. The cross is the pivotal where Yeshu perfect sacrifice. He became the Christ. He became the Savior. അതുകൊണ്ടാണ് യേശു സുവിശേഷത്തിൻ്റെ യേശു നിങ്ങളാകയാൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുക, ലോകരാജ്യങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കുക, ലോകത്തിൻ്റെ അറ്റത്തോളം പോയി സുവിശേഷം അറിയിക്കുക എന്ന് പറയുമ്പോൾ ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 24-ാം അധ്യായം യേശു മെസ്സേജോട് പറഞ്ഞു എന്താണ് പോയി പറയേണ്ടത്. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 44-ാമത്തെ വാക്യം. And he said to them, these are the words which I spoke to you while I was still with you എന്ന് പറഞ്ഞ് വായിച്ചു. പിന്നെ അവനോട്
ഇതാകുന്നു നിങ്ങളോട് ഞാൻ നിങ്ങളോട് കൂടെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പറഞ്ഞ വാക്ക് മോശയുടെ ന്യായപ്രമാണത്തിൽ മോശയുടെ ന്യായപ്രമാണത്തിൽ പ്രവാചക പ്രവാചക പുസ്തകത്തിൽ സങ്കീർത്തനങ്ങളിൽ എന്നെക്കുറിച്ച് എഴുതിയത് ഒക്കെയും നിവർത്തിയാകണമെന്ന് തന്നെ. അപ്പം ഇവിടെ ഒരു സംശയം ചിലര് സംശയിക്കൊണ്ട് ന്യായപ്രമാണം ഒരിക്കലും മാറത്തില്ല. മത്തായി സുവിശേഷം 5:17 യേശു പറയുന്ന ഒരു വാക്കുണ്ട്, ന്യായപ്രമാണത്തെ നീക്കുവാനല്ല, ന്യായപ്രമാണത്തെ നീക്കുവാനല്ല. അതിനെ 17 ഡു യു തിങ്ക് ദാറ്റ് ഐ കെയിം ടു ഡിസ്ട്രോയ് ദ ലോ ആൻഡ് ദ പ്രോഫിറ്റ്സ്? വായിച്ചു. പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നതല്ല ഞാൻ അതിനെ നീക്കാനല്ല വന്നത്, നിവർത്തിക്കാൻ. ഞാൻ നിവർത്തിപ്പാനാ വന്നത്. സോ യേശു ക്രിസ്തു പറയാണ് ന്യായപ്രമാണത്തെ. അപ്പം യേശു പറഞ്ഞത് സ്വർഗത്തിൽ ഭൂമിയിലും മാറിപ്പോകുന്നവരെ ന്യായപ്രമാണത്തിന്റെ വള്ളിയും പുള്ളിയും മാറത്തില്ല, അതിനെ നിവർത്തിക്കാനാണ് ഞാൻ വന്നത്. ഇവിടെ യേശു പുനരുദ്ധാന ശേഷം പറയാണ്, ഞാൻ അത് നിവർത്തിച്ചു. അതാണ് നമ്മൾ ന്യായപ്രമാണം, പുറപ്പാട് പുസ്തകം ന്യായപ്രമാണത്തിൻ്റെ ഒരു ഭാഗമാണ്. ആ ന്യായപ്രമാണത്തിൽ നമ്മൾ എടുത്തു പറഞ്ഞില്ലേ, ഇതാണ് ക്രിസ്തു. അപ്പം അവിടെ എഴുതിയിരുന്നത് എന്താ? ഒരു അസ്ഥി പോലും ഒടിയരുത് എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഒരു അസ്ഥി പോലും ഒടിയുന്നില്ല. അപ്പം അത് നിവർത്തിച്ചു. അതുകൊണ്ടാണ് നമ്മൾ പുതിയ നിയമ സുവിശേഷത്തിലും ലേഖനങ്ങളിലൊക്കെ അപ്പോസ്തോലിക തത്വം എന്ന് പറയുന്നത്. അപ്പോസ്തോലന്മാർ പഴയ നിയമത്തിൽ നിന്നും ഉദ്ധരിച്ച് പുതിയ നിയമത്തിൽ ക്രിസ്തു ആണ് ഇത്, അത് നിവർത്തിച്ചു എന്ന് കാണിക്കാൻ. അതുപോലെ വേണം നമ്മളും ചെയ്യാൻ. പഴയ നിയമത്തിൽ നിന്ന് എടുക്കുമ്പോൾ ദൈവം കീറിക്കളയുന്ന ദൈവം അത് നമുക്ക് എടുക്കാൻ മേല. കാര്യം കീറപ്പെട്ടത് ദേഹം എന്ന തിരശീല, കീറപ്പെട്ടത് യേശുവിൻ്റെ ശരീരം. കോപം മുഴുവൻ അവൻ്റെ മേലാണ് വന്നത്, നമുക്ക് വേണ്ടി ശപിക്കപ്പെട്ടവനായി തീർന്നു. സോ ഇറ്റ് ഈസ് ടു പ്രൂവ്. അപ്പോൾ യേശു ഇത് പറഞ്ഞിട്ട് പറയാണ്, ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലും എല്ലാം എഴുതിയിരിക്കുന്നത് ഞാൻ നിവർത്തിച്ചിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞിട്ട് പറയാണ്, അത് മനസ്സിലാക്കാനായിട്ട് അവരുടെ ഹൃദയ കണ്ണ് തുറന്നു. എന്നിട്ട് എന്താ പ്രസംഗിക്കേണ്ടത്? 46-ാമത്തെ വാക്യം പറയാണ്, Thus it was written that it was necessary for Christ to suffer and raise from the dead the third day. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മൂന്നാം നാൾ മരിച്ചെടുത്തുനിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും. ഇതാ നിങ്ങൾ പോയി പറയേണ്ടത്. യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റു. അത് നമ്മുടെ ഉള്ളിൽ ആ ഉറപ്പ് പരിശുദ്ധാത്മാവിന് മാത്രമേ തരാൻ പറ്റത്തുള്ളൂ. ഉയർത്തെഴുന്നേറ്റ ശേഷവും ഈ ശിഷ്യന്മാർ ഭയപ്പെട്ടു, ഭാരപ്പെട്ടു, ഓടിപ്പോയൊക്കെ ഇല്ലേ? എന്നാൽ പെന്തക്കോസ് നാളിൽ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ വന്നു. പരിശുദ്ധാത്മാവെന്ന് the I am, the Father, the Son and the Holy Spirit, Father, Jesus and the Holy Spirit എന്ന് പറയുന്ന ആ പരിശുദ്ധാത്മാവ് was the witness of everything. ഒറ്റ സാക്ഷിയേ ഉള്ളൂ യേശുവിൻ്റെ പുനരുദ്ധാനത്തിൽ, പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോഴാണ് നമുക്കൊരു ഉറപ്പ് കിട്ടുന്നത് യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കും. പെന്തക്കോസ് നാള് പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ വരുന്നത് വരെ അവർ പിന്നെയും യേശു എത്രയോ പ്രാവശ്യം 40 ദിവസം യേശു അവരുടെ കൂടെയായിരുന്നു. അവർ തൊട്ട് കാണിക്കുന്നു അവരുടെ കൂടെ, എന്നിട്ടും അവർക്ക് ബോധ്യം വന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ പറയാണ് യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. യേശു ജീവനോടെ ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിലോ എനിക്ക് ഒരു ഭയവും കാണത്തില്ല. എൻ്റെ നാഥൻ, ഇതൊക്കെ റിയലാ, സ്പിരിച്വൽ ലൈഫ് റിയലാ, വചനം റിയലാ. We begin to live in a life which is real. Spiritual life, my dear, is very, very tangible and real. ദൈവ സാന്നിധ്യം റിയലാ. നമ്മൾ ഈ വായിക്കുന്ന ദൈവവചനത്തിൽ വായിക്കുന്ന the glorious presence of God is very, very real. We are in a reality, spiritual. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത്, ദൈവത്തെ ആരാധിക്കുന്നവൻ they must എന്ന് എഴുതിയിരിക്കുന്നത്, worship him in the spirit and the truth. സ്പിരിറ്റ്, ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിൽ, inner from the deep, and the truth എന്ന് പറഞ്ഞാൽ റിയൽ. ഇതെല്ലാം ഒന്ന് അറിഞ്ഞിട്ട് വേണം ആരാധിക്കാൻ.
സ്പിരിറ്റ് ആൻഡ് ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് പറഞ്ഞ് പണ്ട് ഞാൻ ഓർക്കുമായിരുന്നു. ഞാൻ കേട്ട കൈയടിച്ച് ആരാധിക്കണം. അതല്ല കൈയടിച്ച് ആരാധിക്കണം. ആരാധിച്ചോ കൈ അടിച്ചില്ലേലും ആരാധിക്കാം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഒന്ന്, ഈ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവനാണ്, റിയലാണ്, ട്രൂത്ത്. സത്യം എന്ന് പറഞ്ഞാൽ അതാ റിയൽ. എവിടെയെങ്കിലും നിങ്ങൾ സത്യം എന്നുള്ള വാക്കുകളെല്ലാം വായിക്കുമ്പോൾ അവിടുത്തെ അർത്ഥം റിയലാ, തൊടാവുന്നതാ, റിയലാ. സ്പിരിറ്റ് ഗോഡിനെ അറിഞ്ഞു വേണം ആരാധിക്കാൻ. ഡീപ്പ് ഇൻ ടു ഡീപ്പ്. കൈയടിച്ചോ കൈയടിക്കാതിരുന്നോ ആരാധന ഉള്ളിൽ നിന്ന് വരും. എവിടുന്ന് ആരാധന വരുന്നത്? സ്നേഹത്തിൽ നിന്നും ആരാധന വരുന്നത്. ചിലർ പറഞ്ഞു, നീ ആരാധിച്ചില്ലെങ്കിൽ നിന്നെ, ചിലർക്കൊന്നും ആരാധിക്കാൻ പറ്റത്തില്ല. അതുപോലെ പ്രതിസന്ധിയായിരിക്കും അവർക്ക്. ഭയപ്പെട്ട് നിൽക്കുകയായിരിക്കും. അവർക്ക് ആരാധന വരത്തില്ല. പക്ഷെ അവർ ഉള്ളിൽ നിന്നും ഞെരങ്ങിക്കൊണ്ടായിരിക്കും ഇരിക്കുന്നത് കർത്താവിനോട്. സോ വി കനോട്ട് ഡു ഇറ്റ്. സോ ഇവിടെ യേശു പറഞ്ഞു, നിങ്ങൾ പോയി പറയണം. എന്താ? ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മൂന്നാം നാൾ അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളോടും പ്രസംഗിക്കണം. നിങ്ങൾ പോയി ലോകം മുഴുവൻ പറയണം. എന്ത് പറയണം? ഇനിയും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നിങ്ങൾ കഷ്ടം അനുഭവിക്കേണ്ട. നിങ്ങൾ ചെരുപ്പിടാതെ നടക്കണ്ട. നിങ്ങൾ ഇന്നത് തിന്നത്തില്ല, അത് തിന്നത്തില്ല, ഞാൻ കഷ്ടം അനുഭവിക്കുക. വേണ്ട. ക്രിസ്തു കഷ്ടം അനുഭവിച്ചു. ദൈവം ക്രിസ്തുവിൽ നമ്മളോട് കഴിഞ്ഞിരിക്കുക. നിങ്ങൾ ലോകത്തോട് മുഴുവൻ പോയി പറയണം, ദാറ്റ് there is a way. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ദിസ് ഇസ് ദ വേ, ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. നിങ്ങൾ പോയി ലോകത്തോട് പോയി പറയേണ്ടത് എന്താ? ഇനിയും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നിങ്ങൾ കഷ്ടം അനുഭവിക്കേണ്ട. നിങ്ങൾ തീ പോയി ചാടണ്ട. നിങ്ങൾ ശരീരത്തെ, അതുകൊണ്ടാണ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുക, ശരീരത്തെ ദണ്ഡിപ്പിക്കുക. അതൊന്നും ചെയ്യണ്ട. അത് മുഴുവൻ ക്രിസ്തു ചെയ്ത് തീർത്തു. ക്രൂശിലാണ് ഇത് മുഴുവൻ പെർഫെക്റ്റ് യാഗമാക്കി തീർത്തി. അതുകൊണ്ട് നിങ്ങളെ പോയി പറയണം, ഇനിയും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ക്രിസ്തുവിൽ ദൈവം പ്രസാദിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. 2, അവൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ പാപമോചനം ഉണ്ട്. അതല്ല എഴുതിയിരിക്കുക, റെമിഷൻ ഓഫ് സിൻ, ദാറ്റ് റിപ്പൻറ്റൻസ് ആൻഡ് റെമിഷൻ ഓഫ് സിൻ. മാനസാന്തരവും പാപമോചനം. ഞാൻ മനസ്സ് പുതുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഇനി ഞാനൊന്നും ചെയ്യേണ്ട, ക്രിസ്തു എനിക്ക് വേണ്ടി ചെയ്തു, ഇതാണ് എൻ്റെ പരമയാഗം എന്ന് മനസ്സ് പുതുക്കി. ഇനിയും എൻ്റെ തെറ്റായ വഴികളിലൂടെ ഞാൻ പോകത്തില്ല. എനിക്കൊരു സാധ്യത, എനിക്കൊരു പ്രത്യാശ വന്നു യേശു ക്രിസ്തുവിൽ എന്നൊരാൾ മാനസാന്തരപ്പെട്ട് അവൻ്റെ നാമത്തിൽ യേശുവിനെ വിളിച്ചാൽ, യേശുവെ എൻ്റെ ഹൃദയത്തിൽ വരണം, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണം എന്നൊരാൾ പറഞ്ഞാൽ അവന് പാപമോചനമുണ്ട്. മോചനം. ആൻഡ് ഹി വിൽ ഹാവ് ദ റെമിഷൻ ഓഫ് സിൻ. മോചനം എന്നല്ല ഇനി അവിടെ ഉപയോഗിച്ച്, പാപത്തിൻ്റെ ക്ഷമയെന്നല്ല എഴുതിയിരിക്കുന്നത്, മോചനം. പാപം ക്ഷമിക്കപ്പെടുന്നതും മോചിക്കപ്പെടുന്നതും രണ്ടാ. ക്ഷമയെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? നമുക്ക് ചിലരോട് പറയത്തില്ല, ഞാൻ ക്ഷമിച്ചു, പക്ഷേ എൻ്റെ ഓർമ്മയിൽ ഇത് കിടക്കും. ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഐ ഫോർഗീവ് യു, സാരമില്ല, പക്ഷെ എന്നാലും ചെയ്ത് മോശമാണ്. റെമിഷൻ, മോചനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ ഓർമ്മ പോലും ദൈവം മാറ്റിക്കളഞ്ഞു. റെമിറ്റ് ചെയ്യുന്ന, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദം റെമിറ്റ് ചെയ്യുക. എന്താ റെമിറ്റ് ചെയ്യുന്നത്? പൈസ റെമിറ്റ് ചെയ്യുക അല്ലേ? ബാങ്കിൽ കൊണ്ടുപോയി ഒരു നോട്ട്, ഉദാഹരണത്തിന് നോട്ട് നമ്പർ ABCD, ആ നോട്ട് 100 രൂപയുടെ നോട്ട് നിങ്ങൾ കൊണ്ടുപോയി ബാങ്കിൽ കൊണ്ട് ഇട്ടു. ആ ബാങ്കിൽ കൊണ്ട് 100 രൂപയുടെ നോട്ട് ഇട്ടപ്പോൾ 100 രൂപ ഇട്ടു. ഇനി ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നിട്ട് ഒരു സ്ലിപ്പ് എഴുതി തിരിച്ചെടുക്കുക. ബാങ്കിൽ നോട്ട് റെമിറ്റ് ചെയ്തു. തിരിച്ചെടുക്കുമ്പോൾ ആ ABCD കിട്ടണമെന്ന് നിർബന്ധമില്ല, അതങ്ങ് പോയി, എന്നേക്കുമായി പോയി. എന്ന് പറഞ്ഞാൽ പാപത്തിൻ്റെ ട്രേസ് പോലും കർത്താവ് മാറ്റി, റെമിറ്റ് ചെയ്തു. ഞാൻ ഇനിയും പാപിയല്ല. ഞാൻ 1-2 കാര്യം ഈ സമയത്ത് ഓർപ്പിക്കാം. കർത്താവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണേ, എന്നോട് അങ്ങ് ക്ഷമിക്കണേ എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെയും അകത്ത് ഭാരം കിടപ്പുണ്ടെങ്കിൽ ആ ഭാരം പിശാചിൻ്റെതാണ്, ഭയം പിശാചിൻ്റെതാണ്. അതിൻ്റെ കാരണം
ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തൻ. അതല്ലേ ഒന്ന് യോഹന്നാൻ അനിയൊന്ന് വായിച്ചേ. 1 യോഹന്നാൻ അതിൻ്റെ 1-ാം അധ്യായം 9-ാമത്തെ വാക്യം പറയാം, ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ എന്ന് അവിടെ ആ ഫെയ്ത്ത്ഫുൾ എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് നമുക്ക് മനുഷ്യർക്ക് അവിശ്വസ്തതയുള്ള, ദൈവത്തിന് അവിശ്വസ്തതയില്ല. പറഞ്ഞിട്ടുണ്ടോ അത് ചെയ്തിരിക്കും. ദൈവം വിശ്വസ്തൻ അല്ലേ? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാണ്. ഓർത്ത് നോക്കിക്കേ, ആ വിശ്വസ്തനുള്ള പദം അവിടെ ഇട്ടാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ വീണ്ടും പറയാം, എന്നോട് ക്ഷമിക്കണേ കർത്താവ്, ഞാൻ ഈ തെറ്റ് ചെയ്തു, തെറ്റ് ബോധ്യമായി, ഇനി എന്നോട് ക്ഷമിക്കണം, ഞാനിത് ചെയ്യാതിരിക്കാൻ പരിശുദ്ധാത്മാവ് എന്നെ സഹായിക്കണം, പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പിന്നെയും ആ ഭാരം അകത്ത് കിടപ്പുണ്ടെങ്കിൽ അത് പിശാചിടുന്ന ഭാരം അതിനെ ശാസിച്ചോ. കാര്യം എത്ര ലംഘനങ്ങൾ എത്ര വലുതാണേലും ആ കുഷ്ണിനടുത്ത് എത്ര കടും ചുവപ്പാണല്ലോ, ഹിമം പോലെ ഒരു മുഴുവൻ ചുമന്ന കടും ചുവപ്പ്. അതുകൊണ്ടാണ് ദൈവവചനം പറയുന്നത്, നമ്മുടെ നീതി പ്രവൃത്തി മുഴുവൻ ഇതുപോലെ ഇരിക്കും, കടും ചുവപ്പാണ്. നമ്മൾ കരം പുരണ്ടിരിക്കുന്ന ഒരു വസ്ത്രം പോലെയാണ്, ചുമന്നിരിക്കുക, കറയാ. പക്ഷെ യേശുവിൻ്റെ രക്തം വരുമ്പോൾ എന്നാ സംഭവിക്കുന്നതെന്ന് ഞാൻ പറയാം. യേശുവിൻ്റെ രക്തം സകല പാപത്തെയും പോക്കി ശുദ്ധീകരിച്ച് പഴയ അതിൻ്റെ ഓർമ്മകൾ മുഴുവൻ മാറ്റി വെണ്മയാക്കി മാറ്റുകയാണ്. ബ്ലെസ്ഡ് ബി ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതുപോലെ ഞങ്ങൾക്ക് വെള്ളയാകുക. ഒരു കാര്യം പറയാം, ഒരു കർത്താവ് എന്നോട് പോയി, കർത്താവ് ക്ഷമിക്കട്ടെ, ഞാൻ മഹാപാപിയ, പിന്നെയും പാപിയാന്ന് പറയരുത്. ഒരിക്കലായി എന്നേക്കുമായി കർത്താവ് നമ്മളെ വിടുവിച്ചിരിക്കുക, പാപം പോക്കി. അതുകൊണ്ട് ഈ ഭയം, ദാസ്യത്വം, അപ്പം അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടാണ് ഓരോ കർമ്മം നമ്മൾ പോയി. എന്ന് കർത്താവെ വണ്ടി ഇടിക്കാതിരിക്കണേ. പിന്നെ വണ്ടി എങ്ങനെ ഇടിക്കും? ചിലർ വാക്കിനാൽ ഭ്രമിപ്പിക്കും. നിങ്ങൾ ഈ വിശ്വാസത്തിൽ പോയത് കൊണ്ടല്ലേ ഇതെല്ലാം സംഭവിച്ചേ? വിശ്വാസത്തിൽ പോയതുകൊണ്ട് സംഭവിച്ചു എന്ന് പറയുന്നവർ, അതുകൊണ്ട് ആരെയും നിങ്ങൾ വിധിക്കരുത്. ചിലരെ ഭയപ്പെടുത്തുന്നതാണ് ഈ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ അതിൻ്റെ ഒരു വചനമുണ്ട്, വാക്കിനാൽ ഭ്രമിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ചുമ്മാ വിശ്വസിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ ഇതിലൂടെ ചെയ്തില്ലെങ്കിൽ മുഴുവൻ തകർത്ത് കളയും ദൈവം. അവിടെ പത്രോസ്, യാക്കോബാണല്ലോ ആദ്യത്തെ സഭ അധ്യക്ഷൻ. പത്രോസ് അല്ല, യാക്കോബ്. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി 15 വായിക്കണം. അവിടെ എല്ലാവരുടെയും വാദം, പത്രോസിൻ്റെ വാദം കേട്ടു, പൗലോസിൻ്റെ വാദം കേട്ടു. അത് കഴിഞ്ഞിട്ട് ഫൈനൽ ഓർഡർ ആരായിടുന്നേ? അധ്യക്ഷനായിടുന്നേ. ആ അധ്യക്ഷൻ ആയ യാക്കോബ് പറയാണ്, ഞാൻ എല്ലാം കേട്ടു, നിങ്ങൾ കേട്ടല്ലോ. എന്നിട്ട് പറയാണ്, ഞങ്ങൾ അയക്കാതെ, നീ ഒന്ന് വായിച്ചേ, അതിന് 15-ന്റെ വായിച്ചു. ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്നും വന്ന് നിങ്ങളെ വാക്കുകളാൽ ഭ്രമിപ്പിച്ച് നിങ്ങളുടെ ഹൃദയത്തെ കലക്കി കളഞ്ഞു എന്ന് കേൾക്കുകൊണ്ട് ഞങ്ങൾ കുറച്ച് പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് ഞങ്ങളുടെ കാര്യം അങ്ങോട്ട് പറയാൻ പോവാ. ദൈവം ജാതികളിൽ നിന്നും വന്നവരെ അസഹ്യപ്പെടുത്തരുത് എന്ന് അവിടെ എഴുതുക. ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ചുമക്കാൻ പറ്റാത്ത നുകം ഈ ജാതികളുടെ മേൽ ഇട്ടിട്ട് നിങ്ങൾ ദൈവത്തെ പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ, യേശുവിനെ പ്രണയബന്ധം ആകെ കഴിയുമ്പോൾ നുകം വളരെ ലൈറ്റാണ്, സ്നേഹമാണ്. നമ്പർ 2, ഇവരെന്ത് ചെയ്തു? വാക്കിനാൽ ഭ്രമിപ്പിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞാൽ, നിങ്ങൾ വിശ്വാസത്തിൽ ചുവടെടുത്ത് വെച്ചത് കൊണ്ടാണ് ഈ കുഴപ്പം വന്നേ. ആ പറയുന്നവരുടെ അങ്ങോട്ട് തിരിഞ്ഞു പോയി നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ എപ്പോഴും നമ്മുടെ ആൾക്കാരോട് പറയും, നിങ്ങളുടെ അടുത്തൊരാൾക്കൊരു ദോഷം വന്നാൽ ഓടിച്ചെന്ന് അവരെ സഹായിക്കണം.
അവരോട് പറയരുത് ഞങ്ങളുടെ കൂട്ടായ്മ വരാത്തതുകൊണ്ടായത്. സാധാരണ അങ്ങനെയാണ് ഈ മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, വചനമല്ല, ഈ പെര കത്തുമ്പോഴാണ് വാഴ വെട്ടുന്നതെന്ന് പറഞ്ഞു. ഒരാൾക്കൊരു ദോഷം വന്നാൽ ഉടനെ പോയി ഞങ്ങളുടെ കൂട്ടായ്മ വന്നില്ലെങ്കിൽ വരാത്തത് കൊണ്ടാണ് ഈ കുഴപ്പം മുഴുവൻ പറ്റുന്നത്. അങ്ങനെയല്ല പ്രിയമുള്ളവരെ, പറയരുത്, ആരെയും വിധിക്കരുത്. കാര്യം നാളെ ഇതേ കാര്യം നിങ്ങളുടെ വീട്ടിൽ നടക്കുമ്പോൾ നിങ്ങൾ എന്നാ പറയും, എന്ത് സംഭവിക്കും? ആരെയും വിധിക്കരുത്. ഇതുകൊണ്ടല്ല ഇത്. ഇറ്റ് ഹാപ്പൻ. ലെറ്റ് us എൻകറേജ് them. പരിശുദ്ധാത്മാവ് കംഫർട്ടറാണ്. പരിശുദ്ധാത്മാവ് ഹൃദയം കലക്കുന്നവനല്ല, ഒരിക്കലുമല്ല. നമ്മുടെ വാക്കുകൾ ആരുടെയും ഹൃദയത്തിൽ വേദനയോ കലക്കോ ഉണ്ടാകരുത്. മാനസാന്തരം ഉണ്ടാക്കണം. മാനസാന്തരം എന്ന് പറയുമ്പോൾ അതിനകത്ത് വേദനയല്ല, പശ്ചാത്താപവും പ്രവൃത്തിയിൽ നിന്നുള്ള തിരിപ്പാണ്. അപ്പോൾ ഇവിടെ അവർ പിന്നെയും ബോണ്ടേജ് അഗെയിൻ ടു ഫിയർ. കാര്യം എന്ന് വെച്ചാൽ ഭയം വരും അവർക്ക്, ഭയം. അപ്പം അത് മാറ്റുന്നത് എവിടെയാണ്? അബൈഡ് ഇൻ മീ, എന്നിൽ നിങ്ങൾ വന്ന് വസിക്കുക എന്ന് പറഞ്ഞാൽ ദൈവവചനം വായിച്ച് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലാണ് ഈ ഭയം നീങ്ങിപ്പോകുന്നത്. എടാ, യേശു എന്നെ ആയിരിക്കുന്നത് പോലെ. അതുകൊണ്ടാണ് ഇവിടെയൊക്കെ അഡോപ്ഷൻ എന്നുള്ള പദം. ഞാൻ ദൈവത്തിൻ്റെ മകൻ, ഇന്ന് കുടുംബക്കാരൻ തന്നെയാണ്, ദൈവത്തിൻ്റെ ഗ്രഹക്കാരനാണ്. എന്നാൽ ദൈവം എന്നെ അഭിസംബോധന ചെയ്യുന്നത് മകനായിട്ടാണ്, ക്രിസ്തുവിനെ പോലെ തന്നെ. യേശു നമ്മുടെ അകത്തുനിന്ന് ആ ഭയം മാറ്റിക്കളഞ്ഞു. അതുകൊണ്ടാണ് യേശു ഈ ലോകത്തിൽ ഒരു ശരീരം ധരിച്ച് വന്നതിൻ്റെ കാരണം തന്നെ നമ്മൾ എന്തിനെയൊക്കെ ഭയപ്പെട്ടോ അതിൻ്റെ മേൽ ജയം കാണിച്ചിട്ടാണ് നമ്മളോട് പറഞ്ഞത്, ഞാൻ ചെയ്യുന്നത് മുഴുവൻ നിങ്ങൾ ചെയ്യും, അതിൽ അധികം ചെയ്യും, കാര്യം ഞാൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് പോകുക. അതാണ് ഈ എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയാണ്, മക്കൾ ജഡരക്തത്തിലുള്ളവർ ആയിരുന്നത് കൊണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ജഡരക്തത്തിൽ ആയവരായതുകൊണ്ട് യേശു നമ്മളെപ്പോലെ തന്നെയായി. ആ യേശു എങ്ങനെയൊക്കെ, അതുകൊണ്ട് ലോകത്തെ നിങ്ങൾക്ക് പ്രതികൂലങ്ങൾ വന്നേക്കാൾ, എന്നാൽ നിങ്ങൾ ധൈര്യപ്പെടുവീൻ, ഞാൻ അതിനെ ജയിച്ചവനാണ്. ഞാൻ എങ്ങനെ ജയിച്ചുവോ അതുകൊണ്ടാണ് ഏറ്റവും നല്ല പ്രിൻസിപ്പിൾസ് യേശു എങ്ങനെ ജയിച്ചു എന്നാണ്. യേശു ഒരു സാഹചര്യത്തെ എങ്ങനെ ജയിച്ചു, ഭയത്തെ എങ്ങനെ ജയിച്ചു, ഇത് മുഴുവൻ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്വസ്ഥതയും സമാധാനം വരുന്നത്. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത് വായിച്ചേ? മക്കൾ ജഡരക്തങ്ങളോട് കൂടി ആയതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടെയായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ, അടിമത്വമാ അല്ലേ? ഭയം കൊണ്ടിരുന്നത് എന്താ? പേടി, അടിമ. ബട്ട് ദ ഫ്രീഡം that we have in Christ Jesus. യേശു ക്രിസ്തുവിൽ നമുക്ക് ലഭിക്കുന്ന ആ വലിയ ധൈര്യത്തിനായി, യേശു ക്രിസ്തുവിൽ ലഭിക്കുന്ന ആ പ്രാഗൽഭ്യത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും, ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഈ യേശുവിനെ ഒന്ന് നോക്കിക്കുക, എങ്ങനെയാണ് താൻ ഭയത്തെ ഡീൽ ചെയ്യുന്നത്. ആ ഭയത്തെ ഡീൽ ചെയ്യുന്നത് പോലെ തന്നെ എങ്ങനെ ഭയത്തെ മാറ്റാം? കർത്താവുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ, ഒരാളോട് സ്നേഹത്തിലായി കഴിഞ്ഞാൽ നമ്മുടെ അകത്ത് ഒരു കാര്യം ഉറപ്പ് വരും, ഇനിയും എൻ്റെ ജീവിതത്തിൽ ഒരു ദോഷവും വരുത്തില്ല. നമ്മൾ ഒരു യോഹന്നാൻ്റെ ലേഖനത്തിൽ അതിൻ്റെ 1 യോഹന്നാൻ 4-ാം അധ്യായം ബ്ലെസ്ഡ് ബി ഇന്ന് എൻ്റെ ഈ മുഴുവൻ സെഷൻ്റെ ഈ ദിവസങ്ങളുടെ മുഴുവൻ വചനവും എൻ്റെ ആഗ്രഹം, ഇനിയും നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളെന്ന് പറഞ്ഞാൽ വിഷയം എന്നുള്ളത് സാധനം മാറണം, ധൈര്യം വരണം. എൻ്റെ അകത്തിരിക്കുന്ന ക്രിസ്തു എന്നോട് സ്നേഹമാണ്, ബിലവട, ഞാൻ ദൈവത്തിൻ്റെ വിലപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് നമ്മൾ 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 14 മുതലൊന്ന് വായിച്ചാട്ടെ, അല്ലെങ്കിൽ 12 വായിച്ചു. ദൈവത്തെ ഒരു നാളും ആരും കണ്ടിട്ടില്ല. 1 യോഹന്നാൻ 4:12. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു.
വസിക്കും. അപ്പം ദൈവം നമ്മിൽ വസിക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്താ? സ്നേഹം തികഞ്ഞു വരും. യേശു പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? യേശു പറയുന്ന ഓർക്കുന്നുണ്ടോ? നിങ്ങൾ എന്നിൽ വസിച്ചാൽ, നിങ്ങൾ എന്നിൽ നിങ്ങൾ വസിക്കുമ്പോൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് യു വിൽ ബി ഫിൽഡ് വിത്ത് ജോയ്, ഫിൽഡ് വിത്ത് ലവ്. നിങ്ങൾക്ക് സ്നേഹം, യു വിൽ ബി ഫ്ലോയിങ് ഔട്ട് ഓഫ് മീ. പരിശുദ്ധാത്മാവാണ് നമ്മളിൽ വസിക്കുന്നത്. ദൈവം നമ്മളിൽ വസിക്കുകയാണെങ്കിൽ ലവ് പെർഫെക്റ്റഡ് ആകും. എന്നിട്ട് വായിച്ചേ, സ്നേഹം നമ്മൾ തികഞ്ഞുമിരിക്കുന്നു. ആ, നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നുവെന്ന് അവൻ തൻ്റെ ആത്മാവിനാൽ തന്നതിനാൽ നാം അറിയുന്നു. എങ്ങനെ അറിയാം? പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ ഇതൊന്നും നമുക്ക് പിടികിട്ടത്തില്ല. പരിശുദ്ധാത്മാവ് ഇതിന് റിയൽ. അതാ ഈ കർത്താവുമായിട്ട് വ്യക്തിപരമായ സമയം ചെലവഴിക്കണം. ബൈബിൾ വായിക്കുകയും അന്യഭാഷയെ പ്രാർത്ഥിച്ച സ്ഥലം വിടുവല്ല. ഇന്നർ ചേംബർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സീക്രട്ട് പ്രെയർ എന്ന് പറയുന്നത്, വിച്ച് വി ആർ കമ്മിങ് ടു. അതിൻ്റെ മുമ്പിൽ നമ്മുടെ ഭയം മാറ്റി കണ്ടംനേഷനൊക്കെ മാറ്റിക്കൊണ്ടങ്ങ് വരുക. അതിൻ്റെ ഗുണം, നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നത് എങ്ങനെ അറിയാം? പരിശുദ്ധാത്മാവിനാൽ. ഒന്നുകൂടെ ആ വചനം ഒന്ന് വായിക്കാം. 1 യോഹന്നാൻ 4:13. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നുവെന്ന് അവൻ തൻ്റെ ആത്മാവിനെ തന്നതിൽ നാം അറിയുന്നു. ഇന്ന് ഇവിടെ എഴുതിയിരിക്കുന്നത് വി നോ, അറിയുന്നു. നമുക്ക് വിശ്വാസം ഉണ്ടെന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവ് ഇത് മുഴുവൻ നമ്മളെ ടാഞ്ചിബിൾ ആക്കും. ദൈവത്തെ ആരാധിക്കുന്നവൻ ആത്മാവിലും സത്യത്തിൽ തന്നെ ആരാധിക്കണം. മസ്റ്റ് എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് യോഹന്നാൻ സുവിശേഷം. മസ്റ്റ്. അത് എങ്ങനെ അറിയാം? ഞാൻ അറിയുന്നു എന്നെങ്ങനെ അറിയാം? അവൻ തന്ന ആത്മാവിനാൽ. എങ്ങനെ ആത്മാവ് എൻ്റെ അകത്ത് വരും? ആ യേശുവിൻ്റെ രക്തത്തിൽ കഴുകൽ പ്രാപിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന് എൻ്റെ അകത്ത് വന്ന് വസിക്കാൻ പറ്റും. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, വായിച്ചേ, പിതാവ് പുത്രനെ ലോകരക്ഷിതാവ്, ഒരാളുടെ അല്ല, ലോകത്തിന് മുഴുവൻ രക്ഷിതാവായി. യേശു ക്രൈസ്തവ മതത്തിൻ്റെ ദേവനല്ല. നമ്മൾ യേശുവിനെ ക്രൈസ്തവ മതത്തിൻ്റെ ദേവനാക്കിയാൽ ചുരുക്കിക്കളയുക യേശുവിനെ. യേശു ഒരു മതത്തിൻ്റെ സ്ഥാപകനല്ല, ഒരു മതത്തിൻ്റെ ദേവനല്ല. ലോകരക്ഷകനും സർവശക്തനായ ദൈവമാണ്. ഹീ ഈസ് ദി ഓൾമൈറ്റി ഗോഡ്. ഹീ ഈസ് ദി ആൽഫ ആൻഡ് ദി ഒമേഗ. യേശു പറഞ്ഞത്, ഞാനാ ആൽഫയും ഒമേഗയും. തുടങ്ങിയതും ഞാനാണ്, അവസാനിപ്പിക്കുന്നതും ഞാനാണ്. നിന്റെ ആൽഫയും ഒമേഗയും ഞാനാണ്. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ യേശു എൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് പറയും, നിന്റെ ആൽഫയും ഒമേഗയും ഞാൻ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ ഇന്ന് രാത്രി പറയാം, ലോകത്തിലെ ഒരു ശക്തിക്കും ഇവിടുന്ന് അവിടെ നിന്നൊക്കെ പലരും കുരയ്ക്കും, പക്ഷെ നിന്നെ തൊടാൻ പറ്റത്തില്ല. കാര്യം ആൽഫയും ഒമേഗയും. നിന്നെ ആരംഭിച്ചത്, നിന്റെ ഭൂമിയിൽ ഞാൻ കൊണ്ടുവന്നതും നിന്റെ യാത്ര അവസാനിപ്പിച്ച് ജയാളിയായി മടക്കി കൊണ്ടുവരുന്നതും ഞാനാ. എന്നിൽ വസിപ്പീൻ. ഇതൊരു വചനമായിട്ട് എടുത്തോണം. ഇതൊരു പ്രോഫറ്റിക് വേർഡായിട്ട് ഇന്ന് രാത്രി എടുത്തോണം. നോ വൺ ക്യാൻ ടച്ച് യു. നിന്റെ ഒരു പോറൽ വീഴത്തില്ല, തലയിലൊരു രോമം തൊടുത്തില്ല. ഹീ ഈസ് ദി ആൽഫ. അതാ യേശു ഉയർത്തെഴുന്നേറ്റിട്ട് പറഞ്ഞ എന്താ? ഭയപ്പെടേണ്ട, ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഐ എം ദ ബിഗിനിങ് ആൻഡ് ദ ലാസ്റ്റ്. ഞാൻ ആ ആൽഫയും ഒമേഗയും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം, എന്തൊക്കെ സാഹചര്യം ചുറ്റുമുണ്ടെങ്കിലും, ഏതൊക്കെ ഇരുട്ടാണെങ്കിലും, ഒന്നും കാണാൻ പറ്റുന്നില്ലെങ്കിലും, ഡു നോട്ട് ബി അഫ്രൈഡ്. ഭയപ്പെടരുത്. തുടങ്ങിയ ഒരാളുണ്ട്. അതാ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയും, നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവൻ്റെ നാൾ വരെയും കാക്കാൻ ശക്തനാണ്. He who began it will finish it. He is the Alpha and the Omega. He is the beginning and the end. ആർക്കും തടയാൻ പറ്റത്തില്ല. ഡോണ്ട് വറി അറ്റ് ഓൾ. നല്ലതേ വരുത്തുള്ളൂ. യേശു ആണോ കർത്താവ്? നല്ലതേ വരുത്തുള്ളൂ. ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്. താഴോട്ട് വായിച്ചേ. ലോകരക്ഷിതാവായി അയച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ കണ്ട് സാക്ഷ്യം പറഞ്ഞവരാ.
യേശു ദൈവപുത്രൻ എന്ന് യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. അവൻ ദൈവത്തിലും. അതുകൊണ്ട് യേശുവിനെ സ്വീകരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ എന്താ? യേശുവാണ് എൻ്റെ പരമയാഗം, യേശുവിൻ്റെ രക്തത്താൽ എൻ്റെ കഴുകൽ പ്രാപിക്കും, യേശുവെ എൻ്റെ അകത്ത് വന്ന് വസിക്കണേ എന്ന് പറയുന്നവൻ അതാ യേശു പറഞ്ഞ, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുക, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ കർത്താവ് ഇടിച്ചു കയറി വരത്തില്ല. ക്ഷണിക്കുന്നിടത്ത് മാത്രമേ യേശു പോയിട്ടുള്ളൂ. യേശു ആരെയും ഇടിച്ചു കയറിപ്പോയി സൗഖ്യമാക്കി തെളിയിക്കാനായിട്ട് എങ്ങും യേശു പോയില്ല. പക്ഷേ താൻ വിളിച്ചപേക്ഷിച്ചിട്ടുണ്ടോ, താൻ അവിടെ ചെന്നിരിക്കും. അവനെ വിളിച്ചപേക്ഷിക്കും. Whoever confesses that Jesus is the Son of God, God will abide in him and he in God. ഞാൻ പറഞ്ഞ ഞാൻ ദൈവത്തിലാണ് വസിക്കുന്നത്. ഞാൻ കേരളത്തിലല്ല വസിക്കുന്നത്, കാരാപ്പുഴയിലല്ല വസിക്കുന്നത്, ദൈവത്തിലാണ് വസിക്കുന്നത്. ഞാൻ കാണുന്നതും കേൾക്കുന്നതും മുതൽ ചുറ്റും നിൽക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക് ഭയപ്പെടുന്നത്. പക്ഷേ നിങ്ങൾക്കറിയാൻ മേലാത്തൊരു സാധനമുണ്ട്. നിങ്ങളെ മറച്ചിരിക്കുക, അത്യുന്നതൻ്റെ ചിറകൻ്റെ കീഴിൽ മറച്ചിരിക്കുക. നിങ്ങൾ ദൈവത്തിലാണ് വസിക്കുന്നത്. There is a covering around you and that is Jesus Christ. ക്രിസ്തുവിലാണ് നിങ്ങളായിരിക്കുന്നത്, അവൻ്റെ അകത്തായിരിക്കുന്നത്. നോഹ പെട്ടകത്തിൻ്റെ അകത്തായിരിക്കുന്ന പോലെ നമ്മൾ ക്രിസ്തുവിൻ്റെ അകത്തായിരിക്കുമ്പോൾ വൻമഴ പെയ്താലും വലിയ വെള്ളപ്പൊക്കം വന്നാലും നിങ്ങൾക്കും എനിക്കും ഒരു ഹാനിയും വരത്തില്ല. ആ ഉറപ്പുണ്ടായിരിക്കണം. എന്നിട്ടാണ് താഴോട്ട് പറയുന്നത്, വായിച്ചു. ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു. നോക്ക്, ഞാൻ ദൈവത്തിലാണ് വസിക്കുന്നതെന്ന് എങ്ങനെ അറിയാം? ഞാൻ സ്നേഹത്തിലാണ് വസിക്കുന്നത്. സ്നേഹത്തിലാണ് വസിക്കുന്നതെന്ന് എങ്ങനെ അറിയാം? താഴെ പറയാ, ഭയം മാറിപ്പോയി. വായിച്ചേ. ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകാൻ. നോക്ക്, ലോകത്തിന് മുഴുവൻ ഇത് ന്യായവിധിയാണ്. ദൈവം ഭയങ്കര ന്യായവിധി അയച്ചിരിക്കുകയാണ്. ദൈവം ന്യായവിധി അയച്ചോട്ടെ, അതിനെനിക്കെന്നാ? ന്യായവിധി ദിവസത്തിൽ ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യമുണ്ടാകുവാൻ തക്കവണ്ണം സ്നേഹം നമ്മിൽ തികഞ്ഞിരിക്കുക. കാര്യം എന്താ? ന്യായവിധി ഉണ്ടായിക്കോട്ടെ, അതിന് ഞാൻ എന്ത് ചെയ്യണം? ഇത് വലിയ കോപം വന്നോട്ടെ, ഞാൻ അവനിലാണ് വസിക്കുന്നത്. മഴ പെയ്യട്ടെ, വെള്ളം പൊങ്ങട്ടെ, നോഹയെ സംബന്ധിച്ചോളം ഹീസ് ഇൻ ഗോഡ്. അതവിടെ എഴുതിയിരിക്കുന്ന ന്യായവിധി ദിവസത്തിൽ അവന് ഭയമില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ജഡ്ജ്മെൻറ്റ് പലയിടത്തും വന്നേക്കാം, പക്ഷേ അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നവന് ഒരു ഭയവുമില്ല. ആരും നിങ്ങളെ വാക്കിനാൽ ഭ്രമിപ്പിക്കരുത്. ഇത് വരാൻ പോകുന്നു, കർത്താവിൻ്റെ ഭയങ്കര വിഷയങ്ങളാണ്. വിഷയം വന്നോട്ടെ, ഞാൻ അവനിലായിരിക്കുന്നത്. ആ സ്നേഹത്തിലാണ് ഞാൻ വസിക്കുന്നത്. അവൻ എന്നിലും ഞാനും അവനിലുമാണ് വസിക്കുന്നത്. അതവിടെ എഴുതിയിരിക്കുന്നത്, ലവ് ഈസ് പെർഫെക്റ്റഡ് അമംഗ് അസ് ദാറ്റ് വി മേ ഹാവ് ബോൾഡ്നെസ് ഇൻ ദ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ്. ബോൾഡ്നെസ് ഇൻ ദ ഡേ ഓഫ് ജഡ്ജ്മെൻറ്റ്. ന്യായവിധി വരുന്ന ദിവസത്തിൽ എനിക്ക് ധൈര്യമാണ്. കാര്യം എന്നെക്കു വേണ്ടി മരിച്ചവനാണ്. അതാ ഈ പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞത്, ഇനിയും എൻ്റെ ഈ ജഡത്തിലുള്ള ജീവിതം ക്രിസ്തു ദൈവപുത്രനിലുള്ള വിശ്വാസത്താണ്, അവൻ്റെ സ്നേഹത്തിലാണ് ഞാൻ വസിക്കുന്നത്, അവനിലാണ് ഞാൻ വസിക്കുന്നത്. ബിക്കോസ് ആസ് ഹീ ഈസ് സോ ആർ വി ഇൻ ദ വേൾഡ്. ഇന്ന് മഹത്വത്തോടെ സ്വർഗത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ ഞാൻ ഇന്ന് ഭൂമിയിലിരിക്കുക. യേശു എങ്ങനെയാണോ ഇരിക്കുന്നത്, ഹീ ഈസ് കവേർഡ് ഇൻ ഹെവൻ, ഹീ ഈസ് വിത്ത് ഇൻ ദ ഗ്ലോറി ഓഫ് ദ ഫാദർ. വി ആർ ഓൾസോ ഇൻ ഗോഡ്, ഇൻ ദ ഗ്ലോറി ഓഫ് ഗോഡ്. എന്നിട്ട് പറയാണ്, വി ലവ് ഹിം ബിക്കോസ് ഹീ ലവ്ഡ് us ഫസ്റ്റ്. അവൻ നമ്മളോടാണ് സ്നേഹിച്ച ആദ്യമേ. ഹീ ലവ്ഡ് us. നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ തൻ്റെ സ്നേഹം കാണിച്ചതാണ്.
എന്നിട്ട് പറയാണ്, ആ സ്നേഹത്തിൽ വസിക്കുന്നവന് ഒരു ഭയവുമില്ല. പ്രിയമുള്ളവരെ, ഇന്ന് ദർ ഇസ് എ പോറിങ് ഔട്ട് അഗെയിൻ ഓഫ് ലവ് എവറി ടൈം. എനിക്കറിയാം, ദ ഹോളി സ്പിരിറ്റ് കംസ് ടു ദ ക്രസൻഡോ ബിഫോർ ലിഫ്റ്റിംഗ് ദ പ്രസൻസ്. ഹീ കംസ് ആൻഡ് ഡസ് സംതിങ് എക്സ്ട്രാ ഓർഡിനറി ഇൻ ടു ലൈഫ്. ഇന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഒരു കാരണവശാലും ഒന്നിനെയും ഭയപ്പെടരുത്. വീണ്ടും ഭയം വരരുത്. പെർഫെക്റ്റ് ലവിൽ നടക്കണം, പെർഫെക്റ്റ് സ്നേഹത്തിൽ നടക്കണം. യേശുവിന് എന്നോട് സ്നേഹമായതുകൊണ്ട്, ബിലവഡ്, അതാണ് എബ്രായർക്ക് എഴുതിയ ലേഖനം 6:9 പറയാണ്, പ്രിയമുള്ളവരെ, ഞാൻ ദൈവത്തിൻ്റെ പ്രിയനാണ്. ബിലവഡ്, വി ആർ കോൺഫിഡൻറ്റ് ഓഫ് ദിസ് തിങ്, ദാറ്റ് ഓഫ് തിങ്സ് ദാറ്റ് ഈസ് ബെറ്റർ. എൻ്റെ ജീവിതത്തിൽ നന്മ മാത്രമേ വരുത്തുള്ളൂ. വി ആർ കോൺഫിഡൻറ്റ് ഓഫ് ബെറ്റർ തിങ്സ് ദാറ്റ് അക്കംപനി സാൽവേഷൻ. ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവപൈതൽ എന്ന് പറഞ്ഞാൽ യേശുവിന് എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നവനാണ്. ഈ പല വാക്കുകൾ, നമ്മൾ മതപരമായി വാക്കുകൾ പറഞ്ഞ് ആൾക്കാർ ഭയപ്പെട്ട് നിൽക്കുക. അല്ലല്ല, ഇത് കേൾക്കുന്ന എല്ലാവർക്കും നിങ്ങളുടെയും യേശു ആകാം. ഞാൻ ഒരു ദിവസം ഒരു വ്യക്തിയെ, ഒരു VIP കണ്ടു. അദ്ദേഹം എന്നെ കണ്ട്, അദ്ദേഹം ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചവനല്ല. എന്നെ കണ്ട് അദ്ദേഹം ആലിംഗനം ചെയ്തു. ഹീസ് ഇൻ എ വെരി ഹൈ പൊസിഷൻ. അദ്ദേഹം എന്നെ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ ആ വചനം കാരണം യേശു എൻ്റേതുമായി തീർന്നു. അതാ പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടിയത്. യേശു എല്ലാവരുടെയും നമ്മളാകട്ടെ. ഞാൻ വിശ്വാസത്തിൽ വരുന്ന സമയത്ത് എൻ്റെ ആഗ്രഹം അതായിരുന്നു. ഒരു കാലത്ത് നമ്മളൊക്കെ അറിയാം, മൊബൈൽ ഫോണൊക്കെ വലിയ കുറ്റി സാധനമായിരുന്നു, വലിയ സാധനം, VIP കയ്യിൽ മാത്രമുള്ള സാധനം. ആ മണിയൊക്കെ അടിക്കുമ്പോൾ നമ്മളെല്ലാവരും നോക്കും. അന്ന് ഒരു മിനിറ്റ് സംസാരിക്കണമെങ്കിൽ 40 രൂപ 50 രൂപയൊക്കെ ഒരു മിനിറ്റ് സംസാരിക്കുന്നു. എസ്കോട്ടൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഒക്കെ ഫോൺ, വലിയ ഫോണായിരുന്നു. എന്നാൽ ഇന്ന് നോക്കിക്കേ, എല്ലാവരുടെ പോക്കറ്റിൽ 1, 2, 3 ഫോണാണ് കിടക്കുന്നത്. എല്ലാവരുടേതാകും യേശു, എല്ലാവരുടേതുമാകണം യേശു. ഈ ദിവസങ്ങളിൽ ആഗ്രഹിക്കുന്നത് അതാ വചനം പറഞ്ഞ, അവൻ ലോകരക്ഷകനായ യേശുവിനെ രക്ഷിക്കാൻ ശക്തിയുള്ളവനെ, സ്നേഹിക്കാൻ ശക്തിയുള്ളവനെ ഇന്ന് നമ്മളെ തന്നെ ഒന്നുകൂടെ സമർപ്പിക്കാം. അവൻ്റെ സ്നേഹത്തിൽ നമുക്ക് ഉരുകി പോകാം. ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രയെന്ന് പറയാം. ഐ ക്യാൻ ഫീൽ സച്ച് എ പവർഫുൾ പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കാരണമായ ഭയങ്ങളും മാറട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ യേശുവിൻ്റെ നാമത്തിൽ വി റിലീസ് സച്ച് എ ബോൾഡ്നെസ്. റിലീസ് ഞങ്ങളുടെ അകത്ത് സുബോധത്തിൻ്റെ ആത്മാവാണ്, ഭയത്തിൻ്റെ ആത്മാവല്ല, സുബോധത്തിൻ്റെ ശക്തിയുടെ ആത്മാവാണ് തന്നിരിക്കുന്നത്. ഭയം സുബോധത്തെ കളയും, ഭയം അനിശ്ചിതത്വം കൊണ്ടുവരും. ആ ഭയത്തെ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് മാറിപ്പോകാൻ കൽപ്പിക്കുക. മരണഭയം, വീട്ടിൽ ഇരുന്ന് ഭയപ്പെട്ടിരിക്കുന്ന അത് മുഴുവൻ മാറട്ടെ. കാലാവസ്ഥ മാറും, ആ വിൻ്റർ മാറും, തണുപ്പ് മാറും, ആ ഇലകളെല്ലാം പൊഴിഞ്ഞ് ഉണങ്ങിയിരിക്കുന്ന അവസ്ഥ മാറി. The spring is coming. It is going to bloom again in the name of Jesus. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായി കർത്താവിൻ്റെ മഹത്വം ഇറങ്ങട്ടെ. അത്ഭുത രോഗസൗഖ്യങ്ങളും നടക്കട്ടെ. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ശാരീരികമായ അസ്വസ്ഥതകൾ മാറട്ടെ. അത്ഭുത സൗഖ്യങ്ങൾ നടക്കട്ടെ. കരുണയ്ക്കായി സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ രാവിലത്തെ മെസ്സേജ് 11 മണിക്ക്, 8:30 റോണക്കിൻ്റെ അറൈസ് ആൻഡ് ഷൈൻ. അത് കഴിഞ്ഞ് 11 മണിക്കത്തെ മെസ്സേജ് ആരും മിസ് ചെയ്യരുത്. അത് ഞാൻ പാസ് ഓവർ, പെസഹ എങ്ങനെയാണ് യഹൂദൻ ഇന്ന് ആചരിക്കുന്നത്, എന്നാൽ കണ്ണ് തുറന്ന് നമുക്ക് എത്ര സുഖം അതൊന്നും ആചരിക്കേണ്ട, മറിച്ച് അതിൻ്റെ റെലവൻസ് പുതിയ നിയമത്തിലോട്ട് വരുമ്പോൾ ക്രിസ്തുവാണ് നമ്മുടെ പെസഹ. അത് മനസ്സിലാക്കാൻ പറ്റണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അനേക സൗഖ്യത്തിൻ്റെ, വിടുതലിൻ്റെ സാക്ഷ്യം ഈ ദിവസങ്ങളിൽ കേൾക്കുന്നുണ്ട്. കരോണ ആയിട്ട് ബാധിച്ചത് തന്നെ അവർ വീട്ടിലിരിക്കുമ്പോൾ റെസിസ്റ്റ് ചെയ്ത്, ഞാൻ അവർ കഴിഞ്ഞ ദിവസം ഒരു ഫാമിലിക്ക് വേണ്ടി വിളിച്ചു, അവരുമായിട്ട് സംസാരിച്ചു. അത് റെസിസ്റ്റ് ചെയ്തപ്പോൾ ഇന്ന് പനിയും വിട്ടു, അതിൻ്റെ സിംറ്റംസ് പോലും മാറി. നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവ് തരുന്നത് ധൈര്യമാണ്, കർത്താവ് തരുന്ന സ്നേഹത്തിലുള്ള ധൈര്യമാണ്. തൻ്റെ ഇടമല്ല, ധൈര്യമാണ്. തൻ്റെ ഇടം എന്ന് പറഞ്ഞാൽ എടുത്തു ചാടും, അല്ലല്ല, നമ്മൾ അവനിൽ വസിക്കുകയാണ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിന്നെ ഞായറാഴ്ച ദിവസം, പുനരുത്ഥാന ദിവസം,
ഞായറാഴ്ച ദിവസം പുനരുത്ഥാനം, ലോകം. ഞാൻ ഈ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ എല്ലാവരും എടുക്കുന്നത് നന്നായിരിക്കും. പുനരുത്ഥാന ദിവസം ലോകം ആചരിക്കുക. ഇപ്പം അത് ഈസ്റ്റർ ഡേ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ ഡേ ഓഫ്, അതാണല്ലോ ലോകത്തിലെ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലായിരുന്നെങ്കിൽ ഇത് ഒരു നല്ല മതമായാണ്. നമുക്കെല്ലാം വർഷവും ജെറൂസലേമിൽ പോയി കല്ലറയിൽ പൂവൊക്കെ വെച്ചിട്ട് തിരിച്ചു വരായിരുന്നു. പക്ഷേ ഇന്ന് പോയി കല്ലറയിൽ ചെന്നാൽ അവിടെ ഒന്നുമില്ല, ഇവൻ ഇവിടെ ഇല്ല എന്ന് മാത്രമേ ബോർഡ്, ഹീ ഈസ് റിസൺ. സോ ഈ സൺഡേ എല്ലാം ലോകമെമ്പാടും നമ്മൾ വിശ്വാസികൾ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന എല്ലാവരും വൈകുന്നേരം ഒരു അരമണിക്കൂർ 7:30 മുതൽ 8 വരെ നമുക്ക് ഒന്നിച്ച് നമ്മുടെ ഭവനങ്ങളിൽ തന്നെ ആരാധിക്കാം. ആവേശം വെളിയിൽ പോകാൻ പാടില്ല. നമ്മുടെ ഭവനങ്ങളിൽ ഇത് പലരും എന്നോട് ഷെയർ ചെയ്തു. നമുക്ക് ഒരു ഗ്ലോബലായിട്ട് എല്ലാവർക്കും ഒന്നിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഒരു സമയം, ഒരു അവസരം കൂടെ നമുക്ക് ഒരുക്കാം. ഞാനിന്ന് സംസാരിച്ചു തായ്ലൻഡിലെ മുഴുവൻ ചർച്ചസും അസംബ്ലിയും, തൈവാൻ അസംബ്ലിയും, ജെറൂസലേം അസംബ്ലിയും ഇന്ത്യൻ ടൈമിൽ. സോ അരമണിക്കൂർ 7:30 to 8 വൈകുന്നേരം ഈ സൺഡേ 7:30 to 8 വേറെവർ വി ആർ, ഇന്ത്യൻ ടൈം 7:30 to 8 നമുക്ക് ഒന്നിച്ച് ആരാധിക്കാം. 8 മണിയാകുമ്പോൾ യേശുവേ എന്ന് ആർത്ത് വിളിക്കാം. ലെറ്റ് അസ് സീ ദ ഗ്ലോറി ഓഫ് ഗോഡ്. അവൻ്റെ നാമത്തിൽ വിളിച്ച് അപേക്ഷിക്കുന്ന ഏവർക്കും നൽകുവാൻ അവൻ സമ്പന്നനത്രേ. സോ 8 മണിയാകുമ്പോൾ നമുക്ക് ഒന്നിച്ച് യേശുവിൻ്റെ നാമത്തെ ഉയർത്താം. 7:30 മുതൽ 8 ഞാൻ പറഞ്ഞതേ ഉള്ളൂ. 7:15 മുതൽ ആണേലും ഒരു കുഴപ്പമില്ല. യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു, എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നു എന്ന ആ പാട്ട്, കോലെന്ന മരണത്തിൽ അതെല്ലാവരും ഒന്നിച്ച് ആ പാട്ട് പാടി, യുണൈറ്റഡ് ഇൻ ക്രൈസ്റ്റ്, വൺ ബോഡി, വൺ ഫെയ്ത്ത്, വൺ ഗോഡ്, വൺ സ്പിരിറ്റ്. നമുക്ക് ഒന്നിച്ച് ഈ സൺഡേ വൈകുന്നേരം 7:30 മുതലേ Binoy so many were healed in New York by our online prayer. Very good. ഒത്തിരി സാക്ഷ്യം വരുന്നുണ്ട്. ഐ ഡോണ്ട് വാണ്ട് ടു, ഞാൻ ഓരോ സാക്ഷ്യം എടുത്ത് വായിക്കുന്നില്ല എന്നേ ഉള്ളൂ. ഒത്തിരി സാക്ഷ്യങ്ങൾ പല സ്ഥലങ്ങളിലും നടക്കുക. ഞാൻ ഇവിടെ പല സ്ഥലങ്ങളിലും സൗഖ്യം നടക്കുന്നു. ടെസ്റ്റിമണീസ് ആർ കമ്മിങ് സോ മെനി. ഞാൻ ഓർക്കുമായിരുന്നു കോട്ടയത്ത് മാത്രം ആയിട്ട് ഈ 40 ദിവസം ഉപവാസ പ്രാർത്ഥന ഒതുങ്ങുമായിരുന്നെങ്കിൽ കോട്ടയത്ത് മാത്രം നടന്നാണ്. പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതിയാണ് തൻ്റെ വചനം ലോകം മുഴുവൻ, അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നത് പോലെ ലോകത്തെ മുഴുവൻ ഈ നാമം കൊണ്ട് നിങ്ങൾ നിറച്ചു. സോ ഈ ലൈവ് സെഷൻസ് മുഴുവൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് അറിയിക്കണം, ലവ്ഡ് വൺസിന് അറിയിക്കണം. സോ ഈ സൺഡേ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആരും, എല്ലാ ബൗണ്ടറീസും വിട്ട്, ഒരു ഡിനോമിനേഷനുമില്ല, ഒരു വിശ്വസിക്കുന്ന എല്ലാവരും ഇന്ത്യയിൽ, ഞാൻ നോർത്ത് ഇന്ത്യയിൽ നാഗ്പൂരിലൊക്കെ സംസാരിച്ചപ്പം, നാഗ്പൂരിൽ ഒരു 9,000 പാസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പാണ്. ഞാൻ അവിടെ പോയി പാസ്റ്റേഴ്സ് മീറ്റിംഗ് നടത്താറുള്ളൂ. അവർ എക്സൈറ്റഡ്. അവർ ഈ ഞായറാഴ്ച രാവിലെ ഒന്നിച്ച് ആരാധിച്ചു. എല്ലാവരുടെ വീടിൻ്റെ മുറ്റത്ത് ഓരോ കുടുംബങ്ങൾ അവർ കൈകൊട്ടിയും ഡ്രംസും ഒക്കെ ഇട്ട് ആരാധിച്ചു. ഈ നാഗ്പൂർ, മഹാരാഷ്ട്രയിൽ അവരങ്ങനെ ചെയ്തു. കഴിഞ്ഞ സൺഡേയിൽ ഈ സൺഡേയിൽ അവരും ഇതിന് ജോയിൻ ചെയ്യും. ഡൽഹിയിൽ ഞാൻ വിളിച്ചു. പാസ്റ്റർ ആർ എബ്രഹാം വാസ് വെരി ഹാപ്പി. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ കോൺടാക്ട്സിനോട് മുഴുവൻ പറയാം. സോ എവ്രി വൺ, കേൾക്കുന്നവർ പറഞ്ഞു, ലെറ്റ് us ഡു ഇറ്റ്. സോ വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങരുത്. വീട്ടിൽ നിന്ന് ആവേശം, യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ചാടി ഇറങ്ങരുത്. സർക്കാർ പറഞ്ഞിരിക്കുന്ന നിബന്ധന പ്രകാരം നമ്മുടെ വീടുകളിൽ തന്നെ ഇരുന്ന് വീടിനകത്ത് ബാൽക്കണി ഉണ്ട്. ബാൽക്കണിയിൽ മുറ്റത്ത് നമുക്ക് കരങ്ങളടിച്ച് 7:30 മുതൽ തുടങ്ങാം. 7:15 മുതൽ വന്നാലും മതി. 7:15 മുതൽ 8 വരെ. എന്നാൽ 8 മണിയാകുമ്പോൾ നമുക്ക് ഒന്നിച്ച് യേശുവേ, ഞാൻ ഇവിടെ നിന്ന് വിളിക്കും യേശുവേ എന്ന്, നിങ്ങൾ അവിടെ നിന്ന് വിളിക്കുന്ന യേശുവെന്ന്, സൗദിയിൽ നിന്ന് യേശുവെന്ന്, വീട്ടിൽ നിന്ന് വിളിക്കും. എല്ലായിടത്തും വീടുകളിൽ യേശുവേ എന്ന് വിളിക്കുമ്പോൾ ഐ ബിലീവ് the world will be saturated by the glory of God. So നിങ്ങളുടെ പരിചയമുള്ളവരോടൊക്കെ പറയണം. Everyone is into it. ഞാൻ ബോംബെയിൽ പാസ്റ്റർ ശേഖറുമായിട്ട് സംസാരിച്ചു. he is very much
ഇൻട്രസ്റ്റഡ്, ഹീ ഈസ് ഗോയിങ് അഹെഡ്. ബോഡി ഓഫ് ക്രൈസ്റ്റ് ഈസ് ജോയിനിങ്. അതിനേക്കാളും അത്ഭുതം, സമയം ലേറ്റ് ആണെങ്കിൽ പോലും തൈവാനും തായ്ലൻഡും ആ ചർച്ചസും ജോയിൻ ചെയ്യാം. സോ ഒരു ടെൻഷനുമില്ല. നിഷ ജോഷി ഇത്രയും കേട്ടില്ല, എന്ത് ടെൻഷൻ? നോ ടെൻഷൻ. റെസിസ്റ്റ് ദ ഡെവിൾ. ആ ടെൻഷൻ കൊണ്ടുവന്ന പിശാചിനെ ഇറങ്ങിപ്പോ, എന്നിൽ ക്രിസ്തുവാന്ന് പറയണം. സോ ഗോഡ് ബ്ലെസ് യു. നാളെ വൈകുന്നേരത്തെ രാവിലത്തെ മെസ്സേജ് മിസ് ചെയ്യരുത്. വൈകുന്നേരം ഐ വിൽ എക്സ്പ്ലെയിൻ മോർ, ബിക്കോസ് രാവിലത്തെ സഭായോഗത്തിൽ നമുക്ക് ഈ ഉത്സവ് ചാനലിലും എല്ലാം ചാനലാവുമ്പോൾ നമുക്ക് സ്പെസിഫിക് ടൈമിംഗ് ഉണ്ട്, ആൻഡ് വി ഹാവ് ടു പേ ഫോർ ഇറ്റ്. പലരും നമ്മുടെ ലൈവ് ടെലികാസ്റ്റ് നാട്ടിൽ നടക്കുന്ന ചാനലിൻ്റെ അതിന് സഹായിക്കാനൊക്കെ ഒത്തിരി പേര് തോമസ് കുട്ടി ബ്രദറിനെ വിളിച്ചു പറഞ്ഞു. താങ്ക് യു വെരി മച്ച്. ഞങ്ങൾ ആരോടും ഒന്നും ചോദിക്കാറില്ല. കർത്താവ് ഹൃദയത്തിൽ തോന്നിപ്പിക്കുന്നവർ അവരാണ് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നത്. സോ യു ക്യാൻ ഡു ഇറ്റ്. സോ അതിന് ഞാൻ ധൃതിയില്ല എപ്പോഴും മെസ്സേജ് എടുക്കുന്നത്. 1.25 മണിക്കൂർ വരെയൊക്കെ പോകും, കാര്യം പിന്നീട് വർഷിപ്പൊക്കെ വേണം. പക്ഷേ ഈവനിങ് ടൈം, ടുമോറോ ഈവനിങ് രാവിലെ കേട്ട മെസ്സേജ് കുറച്ചുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങൾ 1 മിനിറ്റ് മെസ്സേജ് കിട്ടാത്തവർ, രാഗിൽ ബ്രദർ, ഐ ഹോപ്പ് എവറിത്തിങ് ഈസ് ഫൈൻ വിത്ത് യു. 1 മിനിറ്റ് മെസ്സേജ് കിട്ടാത്തവർ എന്നെ മെസ്സേജ് ചെയ്യണം. എൻ്റെ പേഴ്സണൽ ഇമെയിലാണ് 1965mk@gmail.com. അതിന് നിങ്ങൾക്ക് യു ക്യാൻ ആസ്ക് യുവർ ഡൗട്ട്സ്. 1-2 പേര് ചോദിച്ചു, ആൻറ്റി ക്രൈസ്റ്റ് എങ്ങനെയാണ് അറിയുന്നത്? ടുമോറോ ഈവനിങ് ഓർ Friday evening I will share that. So God bless you. God bless you. God bless you. Keep praying. I have 45 minutes to go before the English meeting.